ഞങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയി, ആ, അതുകൊണ്ട് ഇതുണ്ട്. ആ. അങ്ങനെ പറയുമ്പോൾ അത് സയൻസിൽ എടുക്കില്ല. 2 പേര് ഒരുമിച്ച് പ്രേതങ്ങളെ കാണുന്ന സിനിമയിൽ മാത്രമേ ഉള്ളൂ. 4 പേരും ഒരേ പ്രേതത്തിനെ കണ്ട് പേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആ. പക്ഷെ ഒരാളെ നമ്മൾ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി മരിക്കുമ്പം ദുഃഖത്തോടെ മരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഉം. ആത്മാവ് പുറത്തിറങ്ങി പ്രശ്നമൊക്കെ ഉണ്ടാക്കുക. ഉണ്ടാക്കുക. അതിനു മുമ്പ് നമ്മൾ എല്ലാരെയും കണ്ടത് വെള്ള സാരി ഉടുത്തിട്ടായിരുന്നു. പാലയിലായിരുന്നു. അതെ. നിറയെ മുടി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സയൻറ്റിഫിക്കലി നമ്മളിപ്പോൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കഴിയും. ഞാനിപ്പോൾ എൻ്റെ മടിയിലിരിക്കുന്ന തലാണയല്ല പൂച്ചയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ. അതെനിക്ക് പൂച്ചയായിരിക്കും. എന്നാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ കൊന്നാൽ നമുക്ക് സർപ്പകോപം സർപ്പകോപം ഉണ്ടാവും. ഉണ്ടാവും. അത് ജനറേഷൻസ് ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും നമ്മളോട് എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. ശരിക്കും എന്താണ് ഇതിന്റെ റിയാലിറ്റി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം കൊറിയൻസ്, ചൈന അവിടെയുള്ളവരൊക്കെ പാമ്പിനെ തിന്നുന്ന ആൾക്കാരാണല്ലോ. അതെ. അവർക്കൊക്കെ സർപ്പകോപമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. ഭയത്തിൻ്റെ മുകളിലാണ് ഇതെല്ലാം ഡെവലപ്പ് ആവുന്നത്. ഭയം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റൂല. കാരണം ഭയം ശരിക്കും നമ്മളെ ജീവൻ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. അതെ. അതിൽ നമ്മൾ പ്രതിമയുടെ മുകളിൽ ആണി ഇടിക്കുമ്പോൾ അപ്പുറത്തെ ആൾ കരയുന്നതൊക്കെ കാണാം. ആ, ആ. കാരണം ആ സമയത്ത് ഇതിനെ നമ്മൾ തൽക്കാലമായിട്ട് എന്ത് ചെയ്യും? അത് തന്നെയാണ് ഹിപ്നോതെറാപ്പിയിലൊക്കെ സംഭവിക്കുന്നത്. ഒരു പാരാസൈക്കോളജിസ്റ്റിന് എന്താണ് ദൈവം? പാരാസൈക്കോളജിസ്റ്റിൻ്റെ ബ്രെയിനാണ് ദൈവം. ഇതിലെത്ര പിതൃക്കളെ നമ്മൾ ആവാഹിച്ചു കൊണ്ടുപോകും? പ്രതിമ തികയാണ്ട് വരൂലേ? ഓജോ ബോർഡിന്റെ ഒരു റിയാലിറ്റി എന്താണ്? ബിക്കോസ് ഞാനൊക്കെ ചെറുപ്പത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് യു ഇൻ യു മൈൻഡ്ഫുൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാരാസൈക്കോളജിയെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയില്ല. നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, എന്താണ് നിയർലി ഡെത്ത് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ മരണം എന്താണ്, ഇൻറ്റ്യൂഷൻസ് എന്താണ്, സിക്സ്ത് സെൻസ് എന്താണ്, ഈ ലോകത്ത് പ്രേതങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ ലിതേഷാണ്. ഇദ്ദേഹം റിസർച്ച് ചെയ്തിരിക്കുന്നത് സൈക്കോളജിയുടെയും പാരാസൈക്കോളജിയുടെയും കോറിലേഷനെ കുറിച്ചിട്ടാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ? അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്. അല്ലാതെ തന്ത്ര അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് നോളജ് ഉള്ള ഒരാളുമാണ്. അപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദി ഷോ. അപ്പോൾ ഞാനൊരു സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. പാരാസൈക്കോളജിയെക്കുറിച്ച് എനിക്ക് ആകെയുള്ള നോളജ് എന്ന് പറഞ്ഞാൽ മണിച്ചിത്ര തായൽ പറഞ്ഞ പോലെ ഡോക്ടർ സണ്ണി ഇതിൽ വളരെ പ്രധാനപ്പെട്ട 2 പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് മാത്രമാണ്. എപ്പോഴും നമ്മൾ പാരാസൈക്കോളജി എന്ന് പറയുമ്പോൾ സൈക്കോളജിയുടെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ആൾക്കാർ അങ്ങനെയാണ് കരുതുന്നത്. കൺസിഡർ ചെയ്യുക അല്ലേ? ഇത് സൈക്കോളജിയിൽ പാരലലി കടന്നു പോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് സത്യം എന്നാണ് സത്യം. അതെ. മനസ്സിലാക്കുന്നത്. ശരിക്കും എന്താണ് പാരാസൈക്കോളജി? ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈക്കോളജിയിൽ തന്നെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഉം. ഇപ്പം എന്താ പറയുക, ചില ആൾക്കാർ പ്രേതങ്ങളെ കാണുക, ഭൂതം അങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അങ്ങനെ പല അമാനുഷികം എന്ന് പറയുന്ന പല എക്സ്പീരിയൻസസും അതായത് നമുക്ക് ആൾക്കാർ മനസ്സിലാവാത്ത കാര്യം അല്ലേ? മനസ്സിലാവാത്ത ആ. കാര്യങ്ങൾ സത്യത്തിൽ നമ്മൾ തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് പാരസൈക്കോളജിൻ്റെ പോയിന്റ്. ഓക്കെ. കാരണം ഇതെല്ലാം എക്സ്പീരിയൻസ്ഡ് ആവുന്നത് നമുക്ക് തന്നെയാണല്ലോ. ആ. നമ്മളുടെ ബ്രെയിനിനകത്ത് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസ് ആണ്. ആ. അപ്പോൾ ഇതെങ്ങനെയാണ് സയൻറ്റിഫിക്കലി വർക്ക് ചെയ്യുന്നത്, ആ ഒരു ഏരിയയിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഡെപ്തിൽ പഠിക്കുന്ന ഒരു മേഖലയാണ് ശരിക്കും പാരാസൈക്കോളജി. ഇതിനെല്ലാത്തിനും ബേസിക്കലി സയൻറ്റിഫിക്കലി എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ. ന്യൂറോ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഉണ്ട്. പക്ഷേ ഇത് പലരും ശ്രദ്ധിക്കുന്നില്ല. ആ. നമ്മൾ ഒരു പാർട്ട് കേട്ട് കഴിഞ്ഞാൽ അതിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും അതായത് സംസാരിക്കുന്നത്. ഇതൊരു സയൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും സയൻസാണ് അതായത് റിസർച്ചസ് ഒക്കെ നടത്തി ആൾക്കാർ നടക്കുന്നുണ്ട്. കാര്യങ്ങൾ കണ്ടുപിടിച്ച് തിയറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സയൻറ്റിഫിക് മേഖല ശാഖ തന്നെയാണിത്. തന്നെയാണ്. അതെ അതെ അതെ. ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ സമയത്തും ഇതിനെ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്ന ഇത് കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ആൾക്കാർ ഇപ്പം സാർ പറഞ്ഞ പോലെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇതിനെ മന്ത്രവാദമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇതാക്കിയിട്ടുണ്ട്. ശരിക്കും ഇതിന്റെ റിയാലിറ്റി എന്താണ്? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഒരു സാധനം സ്യൂഡോ സയൻസ് ആവുന്നതെന്നുള്ളൊരു ചോദ്യമുണ്ട്. എങ്ങനെയായിരിക്കും മാമിൻ്റെ ഒരു അഭിപ്രായത്തിൽ? നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ എന്നാണോ? അല്ല, ഇതെന്താ സംഭവം വെച്ചാൽ നമുക്കൊരു തെളിവിൻ്റെ ലാക്ക് ഓഫ് എവിഡൻസ് അല്ലേ? ലാക്ക് ഓഫ് എവിഡൻസ് വരുമ്പോഴാണ് ഇത് സംഭവിക്കുക. ഇത് പലരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയി, ആ. അതുകൊണ്ട് ഇതുണ്ട്. ആ. അങ്ങനെ പറയുമ്പോൾ അത് സയൻസിൽ എടുക്കില്ല. അതിന് തെളിവ് വേണം. തെളിവ് വേണം. ആ. ഇപ്പം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഇപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം, 2 പേര് ഒരുമിച്ച് പ്രേതങ്ങളെ കാണുന്ന സിനിമയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതില്ല അല്ലേ? അല്ലാണ്ടില്ല. 2 ആൾക്കാർ, ഇപ്പോൾ ഒരാൾ രാത്രി പ്രേതത്തിനെ കണ്ട് പേടിച്ചു ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഒരു 3 പേര് കാണുമ്പം 4 പേരും ഒരേ പ്രേതത്തിനെ കണ്ട് പേടിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ ഉള്ളൊരു സംഭവം ഇപ്പം ഇതെങ്ങനെയാണ് അതൊരു അതായത് ലാക്ക് ഓഫ് എവിഡൻസ് ലാക്ക് ഓഫ് എവിഡൻസിലേക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മളൊരു പെർട്ടിക്കുലർ കാര്യം കേട്ടാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളൊരു പ്രേതത്തെ കണ്ടു, ഉം. അതിന് എന്തുകൊണ്ട് ഇത് കാണുന്നു എന്നുള്ളതിനെ കുറിച്ച് ആരും ചിന്തിക്കില്ല. ആ. ഇപ്പം ഒരാൾ പറയാം, ഞങ്ങളൊരു സ്ഥലത്ത് പോയി, അവിടെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് സാധനം ഫീൽ ചെയ്തു, ഉം. അല്ലെങ്കിൽ ഒരു തിരുമേനിയുടെ അടുത്ത് പോയിട്ടൊരു പൂജ ചെയ്തു, ഉം. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായി. ഉം. അപ്പോൾ അത് ഞങ്ങൾക്ക് ഉറപ്പാണ്, ഉം. ഞങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായല്ലോ. ഉം. ഇങ്ങനെ പറയുന്നിടത്താണ് തർക്കം വരുന്നത്. ഉം. ഇപ്പോൾ തർക്കിക്കുന്ന ആൾക്കാരും ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറല്ല. അവർ ഉം. പറഞ്ഞു ഇതിന് എവിഡൻസ് ഇല്ല, ഇത് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഇതൊരാളുടെ എക്സ്പീരിയൻസ് ആണ്, ഉം. അത് കറക്റ്റാണ്. ഉം. ഒരു സൈഡിൽ നോക്കുമ്പോൾ അത് കറക്റ്റാണ്. ഒരാളുടെ എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സയന്റിഫിക് എവിഡൻസ് ആയിട്ട് വെക്കാൻ പറ്റില്ല. എടുക്കാൻ പറ്റില്ല. പക്ഷെ അയാൾക്ക് എന്തുകൊണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കണം. വേണം. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ഡെപ്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും എവിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. ആസ് എ പാരാസൈക്കോളജിസ്റ്റ്, ഡു യു ബിലീവ് ഇൻ ഗോസ്റ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. പ്രേതങ്ങൾ ഉണ്ട് എന്ന് തന്ത്രം പഠിച്ചിട്ടുള്ള ആളാണ്, പാരാസൈക്കോളജിയിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു കാര്യമുണ്ടോ? നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ സോൾ എങ്ങടാ പോണത്? അങ്ങനെ ഒരു സാധനം അതൊരു ഉണ്ടോ ഭയങ്കര ശരിക്കും? സംഭവമാണ്, നല്ലൊരു ഒന്നൊന്നര ചോദ്യം. അപ്പോൾ എന്താ വെച്ചാൽ, ബിലീഫ് ആണ് നമ്മളെ പലതും ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ, എനിക്കതിൻ്റെ സയൻറ്റിഫിക് വശം അറിയാം. ഉം. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പ്രേതത്തിനെ പേടിയാണ് പേടി. ചെറുപ്പത്തിൽ. ഉം. പിന്നെ ഞാൻ ഈ തന്ത്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തപ്പം അതിനകത്തും കുറേ ഇതിന് സയൻറ്റിഫിക്കലി സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. ഉം. കാരണം അതിൽ നമുക്കിപ്പം പൂർവ്വജന്മം എന്ന് പറയുന്നത് നമ്മുടെ പിതൃക്കളാണെന്ന് പറയുന്നുണ്ട് തന്ത്രത്തിൽ. ഉം. മറ്റേ വേദാന്തം അങ്ങനത്തെ ശാഖയിലൊക്കെ വരുമ്പോൾ നമ്മുടെ ആത്മാവ് അങ്കുഷ്ടമാത്രം തള്ളവിരലിൻ്റെ വലുപ്പത്തിലുള്ള ഒരു സംഭവം, ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിലുണ്ട്, ഉം. അത് പുറത്തേക്ക് പോയിട്ട് വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്നൊക്കെ എക്സ്പ്ലനേഷൻ വേറെ സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. ഓക്കെ. പക്ഷേ തന്ത്രയെ ബേസ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് പൂർവ്വജന്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിതൃക്കളാണെന്നാണ് പറയുന്നത്. ഉം. പുനർജന്മം കുട്ടികളാണ്. ഉം. ഇത് ഭയങ്കര സയൻറ്റിഫിക്കലായി കണക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ജനറ്റിക്കലി ഇത് പോസിബിൾ ആണല്ലോ. ഉം. ഉം. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പുനർജന്മം തന്നെയാണ്, ആ. പിതൃക്കളാണിത്. അപ്പോൾ ഈ പ്രേതം എന്ന് പറയുന്നത് ഇപ്പോൾ തന്ത്രത്തിലും ഇതേ സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നത്. പൂജ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പം നമുക്ക് പല ഗന്ധങ്ങൾ ഇപ്പോൾ ശ്വസിക്കുക എന്ന് വിചാരിക്കുക. ഇപ്പം അരളിപ്പൂവ്, ഉം. അതുപോലെ ആരാ? പനീർ, അങ്ങനത്തെ സംഭവങ്ങൾ. ഇത് ഈ നമ്മൾ പനിനീര്, പാലമരത്തിലല്ലേ പ്രേതം? പാലമരം, അത് നമ്മൾ പറയുന്ന പല ആ. ഈ കറയുള്ള വൃക്ഷത്തിലൊക്കെയാണ് ഉപയോഗിക്കുക അത്. ആ. ആ. കാരണം ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ പനിനീരില്ലേ, നമ്മൾ തളിക്കുന്ന പനിനീര്, അതുപോലെ ചില ദ്രവ്യങ്ങളുടെ ഗന്ധമൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും. ഉം. ഉം. പ്ലസ് അതിൻ്റെ ഒപ്പം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന, ഇപ്പം ഞാൻ തന്നെ മാമിനോട്, ഇപ്പം ചില ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഉറക്കം തൂങ്ങി വരുന്നത് കണ്ടിട്ടില്ലേ? ആ, പിന്നെ അതെന്തുകൊണ്ടാ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവർ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓക്കെ. അതായത് ഇൻട്രസ്റ്റിംഗ് ആയ പുതിയ സാധനങ്ങൾ പറയാത്തതുകൊണ്ടാണ് പറയില്ല. ബോറടിക്കുന്നു. മന്ത്രം ജപിക്കുക എങ്ങനെയാ, അല്ലെ ഒരു പ്രാർത്ഥന ചൊല്ലുക എങ്ങനെയാ? ഇങ്ങനെ. ഒരേ കാര്യം തന്നെ ആ. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ഫാക്കൽറ്റി താനേ ഓഫ് ആവും. സോ നേരെ ഡയറക്റ്റ്ലി ഇത് സബ് കോൺഷ്യസിലേക്ക് പോകും. ഓ. സബ് കോൺഷ്യസിലേക്ക് ഇത് പോകുന്ന സമയത്ത് അവർക്ക് അതിനുള്ളിൽ ചേഞ്ച് ഉണ്ടാവും. അതായത് ഇങ്ങനെ ഡെപ്തിലുണ്ട്. ഇതിന്റെ കൊളാബറേഷൻ ആണല്ലോ റിസർച്ച് ചെയ്തത്. അതെ, അതെ. കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണല്ലോ ഇത്. തീർച്ചയായിട്ടും. അപ്പം എനിക്ക് പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് ആ, നമ്മുടെ ചോദ്യം. ചോദ്യം. ആ. അപ്പോൾ പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയാം. ഉം. പക്ഷേ അതിനെ വിശ്വസിക്കുകയല്ല, അതെന്താണെന്ന് അറിയാമെന്നുള്ളതാണ് ഓക്കെ. എൻ്റെ ഒരു പാർട്ട്. നമ്മളിൽ ശരിക്കും ഈ പറയുന്ന ഇപ്പം ജീവൻ എന്നുള്ളത് സയന്റിഫിക്കലി നമ്മളെ ഹാർട്ട് മിടിക്കുന്നിടത്തോളം, നമുക്ക് പൾസ് ഉള്ളിടത്തോളം ആണ് സയന്റിഫിക്കലി നമ്മുടെ ജീവൻ. അല്ലാതെ എന്താ പറയുക, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ആത്മാവ് അല്ലെങ്കിൽ സോള് എന്നൊക്കെ പുറത്തും പറയുന്നത് പറയുന്നുണ്ട്. പുറത്തുണ്ട്. ഇത് ശരിക്കും പാരാനോർമൽ എത്രത്തോളം റിയാലിറ്റി ആണെന്ന് പാരാസൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ശാഖ പറയുന്നുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇപ്പം ആത്മാവ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ എടുക്കാം. ആ. അപ്പം ഒരാളുടെ പ്രേതം എങ്ങനെ ഉണ്ടാവുമെന്നാണ് പൊതുവേ നമ്മളുടെ ഒരു കൾച്ചറൽ സംഭവപ്രകാരം നമ്മൾ പറയുക. ഒരാളെ ആശ തീരാതെ മരിച്ചു, അതെ, അതെ. അല്ലേ? അല്ലെങ്കിൽ ദുരാത്മാവാണ്. ദുരാത്മാവായി. നല്ല ആത്മാവുണ്ട്, ദുരാത്മാവുണ്ട്. നല്ല ആത്മാവ് ചിലപ്പം വിഷ്ണുവിങ്കൽ ലയിക്കും, ആ. അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകും. പല മതത്തിൻ്റെയും പല വിശ്വാസത്തിൽ അങ്ങനെയൊക്കെയാണ്. ഉം. പക്ഷെ ഒരാളെ നമ്മൾ കൊല്ലുമ്പോൾ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി മരിക്കുമ്പം, ദുഃഖത്തോടെ മരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഉം. ആത്മാവ് പുറത്തിറങ്ങി പ്രശ്നമൊക്കെ ഉണ്ടാക്കുക, ഉണ്ടാക്കുക. അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോഴി, പോത്ത്, ഇതിൻ്റെയൊക്കെ ആത്മാവ് തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. അത് ശരിയാണല്ലോ. ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം അവർക്കും ഉണ്ടാവുമല്ലോ വികാരവും വിചാരവും ഒക്കെ. പിന്നെ നമ്മൾ കൊതുക് ആരും വേണച്ചിട്ട് മരിക്കണവരും അല്ല, അല്ല കൊല്ലണതാണ്. നമ്മൾ പോയി സെലക്ട് ചെയ്ത് ഈ കോഴി മതി എന്നൊക്കെ പറയും. അപ്പോൾ ആ കോഴി രാത്രി വന്ന് നമ്മളെ കൊത്തണ്ടേ? അത് ശരിയാണ്. അപ്പം അതെന്താ ആത്മാവ് പുറത്തിറങ്ങാത്തത്?
അറിയില്ല. അതൊരു ചോദ്യം. ആ. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മുടെ ശരീരത്തിനകത്ത് കോടാനുകോടി മൈക്രോ ഓർഗാനിസം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ട്, ഉണ്ട്. ജീവിക്കുന്നുണ്ട് ആ, അല്ലേ? ആ, ഇവർക്കൊക്കെ ജീവനുണ്ട്. ആ, ജീവനാണ് ആത്മാവ് ആ, ആണല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇവരൊക്കെ കുറച്ച് സമയം ജീവിക്കും. ആ, ഉവ്വ്. ഇവരൊക്കെ മരിച്ചു പോയെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മളെ ബ്ലഡ് സെൽസ് ആ, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ആ, ഇപ്പം വയറ്റിനകത്ത് ഗട്ട് ആ, ബാക്ടീരിയാസ് ആ. ഉണ്ട്. ഇവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കാഞ്ഞു പോകും അല്ലേ? അപ്പോൾ ഇവർക്കും ആത്മാവുണ്ട്, നമുക്കും ആത്മാവുണ്ട്. ഉം. അപ്പോൾ ഒരു ശരീരത്തിൽ എത്ര ആത്മാവുണ്ടാവും? കുറേ ഉണ്ടല്ലോ. പക്ഷെ പറയുന്ന പറഞ്ഞല്ലോ, അതെ. ഒരു സാധനം ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് പോകുന്നു, ആ, വേറൊരു സ്ഥലത്ത് കയറുന്നു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളന്ന് പക്ഷേ ഈ തന്ത്രത്തിൽ ഇതിങ്ങനെയല്ല പറയുന്നത്. ഉം, അതാണ് ഞാൻ പറഞ്ഞത്, പൂർവ്വജന്മമായിട്ടും ജനറ്റിക്കലി കണക്റ്റഡ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. ഉം, ഉം. പക്ഷേ അല്ലാത്ത കുറേ സ്കൂൾ ഓഫ് തോട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് വേറൊരു രീതിയിലാണ് പറയുന്നത്. ഉം. സത്യത്തിൽ ഇതൊരു എന്താ പറയുക, മിഥ്യയായിട്ടുള്ളൊരു ധാരണയാണ്. ഇതിങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് പോയി കയറുക, അങ്ങനത്തെ ഒരു മെത്തേഡല്ല. ഉം. നമുക്ക് സിനിമകളിൽ കണ്ട് മാത്രമാണ് ആ അറിയാം. അതായത് ഇപ്പോഴാണ് നമ്മൾ വെള്ള സാരി ഉടുക്കാത്ത ഒരു പ്രയത്നം പോലും ഇപ്പോൾ സർവ്വമായയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഉം, കാണുന്നത്. ഉം. അതിനു മുമ്പ് നമ്മൾ എല്ലാവരെയും കണ്ടത് വെള്ള സാരി ഉടുത്തിട്ടായിരുന്നു. പാലയിലായിരുന്നു. അതെ. നിറയെ മുടി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ ശരിക്ക് ഏതോ ഒരു ഇമാജിനേഷന്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണോ? അതോ രൂപമില്ല എന്നാണല്ലോ പ്രേതത്തിന് പറയുക. അല്ലാതെ എന്തെങ്കിലും തരത്തിൽ ഇതൊക്കെ കണക്ഷൻ ഉണ്ടോ? അതോ ആരുടെയോ ഒരു ഇമാജിനേഷനിൽ വന്നതാണ്? ഇതെല്ലാം ആരുടെയോ ഇമാജിനേഷൻ അല്ല. ഇതിപ്പം എന്താ പറയുക, ഇപ്പം മാം ഒരു പ്രേതത്തിനെ കാണുന്ന രീതിയിലായിരിക്കില്ല ഞാൻ കാണുക. ഉം. രണ്ടുപേരും അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, രണ്ടുപേരും ഒരേ പ്രേതത്തിനെ കാണില്ല. ഉം. മാം വെളുത്ത സാരിയായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാനും പറയും എനിക്കും അവിടെ എന്തോ ഒരു നെഗറ്റീവ് സാധനം തോന്നി. ഇതാണ് നമ്മുടെ ഇൻറ്റ്യൂഷനിലേക്ക് നമുക്ക് വരാൻ പറ്റിയൊരു പോയിന്റ്. ഉം. ചില ആൾക്കാർ അതിലേക്ക് നമുക്ക് വരാം. ഇപ്പം എന്താ പറയുക, അവിടെ ഒരു പ്രേതം നടന്നു വരുന്നു, അതൊരു വെള്ള സാരി എടുത്തിട്ടുള്ള ഒരാളാണ് എന്ന് മാമിന് തോന്നുകയാണ്. ഉം. എനിക്കെന്ത് തോന്നും, ഞാനും അവിടെ എന്തോ ഒരു സാധനം കണ്ടു, ഉം. പക്ഷെ വെള്ള സാരി ഒന്നുമില്ല, എന്തോ ഉണ്ട് ഉം. എന്നേ പറയൂ. കാരണം എൻ്റെ ഫിയർ ഫാക്ടറും മാമിൻ്റെ ഫിയർ ഫാക്ടറും രണ്ടും രണ്ടാണ്. എന്താണ്? ഇതിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന നമ്മൾ തന്നെയാണ്. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊസഷൻ എന്ന് പറയുന്ന സംഭവം. ചില ആൾക്കാർ അതിനെ വെള്ള സാരി ഉടുത്തതാണ്, അത് നമ്മൾ പലതും കേട്ടറിഞ്ഞ കഥകൾ, നമ്മളുടെ ബ്രെയിനകത്ത് അതിനെ ഒന്ന് പിക്ചറൈസ് ചെയ്യാനായിട്ടുള്ള നോളജിനെ ബേസ് ചെയ്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യൂ. അതാണ്. ഓക്കെ. അപ്പോൾ ഇമാജിനേഷൻ ആണ്, പക്ഷെ അത് നമ്മളുടെ ഇമാജിനേഷനാണ്. പലർക്കും പല പ്രേതങ്ങളാണ്, എല്ലാവർക്കും ഒരാളല്ല. ഉം. ഒരു വീട്ടിൽ തന്നെ അങ്ങനെ പ്രേതബാധ പറഞ്ഞ് ഉണ്ടെങ്കിൽ 4 പേർക്കും 4 എഫക്റ്റ് ആയിരിക്കും. ഇപ്പോൾ സയൻറ്റിഫിക്കലി നമ്മളിപ്പോൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് കഴിയും. കാരണം അത് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ലേ. ഉം. ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ മാത്രമാണല്ലോ, അതൊരിക്കലും ചിലപ്പം വേറൊരാൾക്ക് അംഗീകരിച്ചോളാൻ കൊള്ളണമെന്നില്ല അല്ലേ. ഉം. ഉം. മാമിന് അതൊരിക്കലും ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. അതെ. ഞാനിപ്പോൾ എൻ്റെ മടിയിലിരിക്കുന്ന തലാണയല്ല പൂച്ചയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ. അതെനിക്ക് പൂച്ചയായിരിക്കും. ആ. അപ്പം ഞാൻ അതല്ലാന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. അവകാശമില്ല, പക്ഷെ ഞാൻ കാണുന്ന അതല്ലാന്ന് എനിക്ക് അതല്ല പറയാം. എന്ന് പറയാം. പക്ഷെ നമ്മൾ ശരിക്കും ഒരു എംപത്തറ്റിക് റിലേഷൻഷിപ്പാണ് ശരിക്കും നമ്മൾ ഉണ്ടാക്കേണ്ടത് അവരോട്. അവർ പൂച്ചയെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളും പൂച്ചയെ കാണണം. ആ. പൂച്ചയെ കണ്ടാലേ നമുക്ക് അവിടുന്ന് പൂച്ചയെ എടുത്തു മാറ്റാൻ പറ്റൂ, ഉം. ഇല്ലെങ്കിൽ നമുക്ക് വെറും തലോണ മാത്രമേ എടുത്തു മാറ്റാൻ പറ്റുള്ളൂ. ഇതാണ് വ്യത്യാസം. അപ്പം നമ്മൾ അവരോട് എപ്പോഴും എംപത്തറ്റിക് ആയിട്ടേ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഉം. അങ്ങനെയുണ്ട്. ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മളെ ഉറക്കം എന്ന് പറയണത്. ഞാൻ അതെ. വിചാരിക്കാറുണ്ട് ഇങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും നമുക്കറിയാം ഉം. എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ഉം. സയൻസ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കുമ്പോഴും മരണത്തെക്കുറിച്ചോ ഈവൻ ഉറക്കത്തെക്കുറിച്ചോ എനിക്ക് തോന്നുന്നില്ല ആവശ്യത്തിന് റിസർച്ചോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പോലെയുള്ള നോളജോ ഉണ്ടെന്ന്. ശരിക്കും ഒരു പാരാസൈക്കോളജി ഒക്കെ പ്രകാരം എന്താണ് ഈ നിയർലി ഡെത്ത് എക്സ്പീരിയൻസ്? ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കോമയിൽ ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു സെഡേഷനിലായ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു ടണലിൽ കൂടെ പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചില ചെയ്തു. ആൾക്കാർ വെളിച്ചത്ത് കൂടെ പോകും, അങ്ങനെ പറയും. ഒരു ലൈറ്റ് ഹിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഹിറ്റ് ചെയ്ത് പോകും. ഏറ്റു എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയാറുണ്ട്. ശരിക്കും ഇതിനൊക്കെ എന്തെങ്കിലും എൻ്റെ ക്യൂരിയോസിറ്റിയും കൂടെയാണ്. അത് മനസ്സിലായി. അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരണത്തിൽ നിന്ന് അങ്ങോട്ട് നമ്മളെ ജീവൻ വിട്ടുപോയി, അപ്പോൾ അവർ കാണുന്ന കുറേ കാഴ്ചകൾ ഇതൊക്കെയാണ് പറയുന്നത്. ഇതിൽ ഈ ടണലിലൂടെ സഞ്ചരിക്കലും വെളിച്ചത്തിൽ കൂടെ സഞ്ചരിക്കുന്നതും എല്ലാവർക്കും കോമൺ ആയിരിക്കും. ആ. പക്ഷേ അപ്പുറത്ത് കാണുന്ന സംഭവങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചില ഓ. ആൾക്കാർ ചില പൂന്തോട്ടം കാണും, ചില ആൾക്കാർ ശരി. കൂടെ മുമ്പ് മരിച്ച ആൾക്കാരെ കാണാം എന്നൊക്കെ പറയാം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൻ്റെ കൂടുതൽ ടെർമിനോളജീസ് ഒന്നും യൂസ് വേണ്ട, ചെയ്യാണ്ട് എനിക്ക് പറയാം. മനസ്സിലാവണ പോലെ. അതായത് നമ്മുടെ ബ്രെയിനിൽ ചില ഭാഗങ്ങളിൽ ചില ഇമ്പൾസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഫീൽ മാത്രമാണിത്.
അതായത് ബ്രെയിനിലുള്ള കെമിക്കൽസിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് വരുന്ന കെമിക്കൽസ് അല്ല, നമുക്ക് ബ്രെയിനകത്ത് ന്യൂറോൺസിന് ന്യൂറോൺസ് ട്രാൻസ്മിറ്റേഴ്സ് ആ ആയിട്ടുള്ള ആ ഇലക്ട്രിക് എനർജീസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് ഇമ്പൾസ്, ഇത് നമുക്ക് ശരിക്കും ഇലക്ട്രോഡ് വെച്ചിട്ട് ബ്രെയിനിൻ്റെ ചില പെർട്ടിക്കുലർ പാർട്ടിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ ഫീൽ ഉണ്ടാക്കാൻ പറ്റും. ഓ ആ അപ്പോൾ ഇതേ സംഭവം നമുക്ക് ഹിപ്നോതെറാപ്പി ചെയ്യുന്ന സമയത്ത് അതിനകത്തും നമുക്കിത് ചെയ്യാൻ പറ്റും. അതാണ് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പോലത്തെ കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഇത്തരത്തിൽ ഇലക്ട്രോഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ബ്രെയിൻ വേവ്സിനെ ചില പെർട്ടിക്കുലർ ഇതിൽ കൊണ്ടുവന്നിട്ട് അതേ ഒരു എഫക്റ്റ് നമുക്ക് ബ്രെയിനിൽ ഉണ്ടാക്കുന്ന സമയത്ത് ചില ആൾക്കാർ പൂർവ്വജന്മത്തിൽ പോയി അങ്ങനെ റെക്കോർഡിക്കലൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അത് ശരി ഇത് പാസ്റ്റ് ലൈഫ് പോലെ തന്നെ ഫ്യൂച്ചർ പ്രോഗ്രസിങ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ആ ഫ്യൂച്ചർ ലൈഫ് പ്രോഗ്രഷൻ എന്ന് പറയും. ആ അതായത് നമ്മൾ ഭാവി കാണുന്നത്, ആ അതായത് നമ്മൾ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ അതായത് എങ്ങനെയുണ്ടാവും, പ്രവചനങ്ങളൊക്കെ പറയുന്ന പോലെ അല്ല. അതിനെ ചില ആൾക്കാർ പ്രവചനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അവിടെയാണ് ഇതിൻ്റെ സംഭവം. ഇത് യൂസ് ചെയ്യുന്നിടത്തുള്ള കുഴപ്പമാണ്. ആ അപ്പം നമ്മൾ പാസ്റ്റ് ലൈഫ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഏതോ ഒരു ജന്മത്തിലുള്ള ഒരാളുടെ പോലെ സംസാരിക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ അന്വേഷിക്കുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് തോന്നാറുണ്ട്. ഉം. അപ്പം നമ്മൾ എന്താ പറയുക, ഇത് പ്രേതമാണ് ഉം, അല്ലെങ്കിൽ ഉം, ആത്മാവ് സംസാരിച്ചാണ് നമുക്ക് പറയാൻ. ഉം. അതായത് മുമ്പേ മരിച്ചുപോയ ഒരാളെ പോലെ നമ്മളെക്കുറിച്ച് അറിയില്ലല്ലോ, ആ നമുക്ക് അയാളെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരാൾ മുൻപുള്ള ഒരാളെ എങ്ങനെ കണ്ടു, അയാളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എങ്ങനെ പറഞ്ഞു എന്നുള്ളത് ചോദിച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എപ്പിജനറ്റിക് ആയിട്ടുള്ള ആ ട്രോമാസ് ആ ട്രാൻസ്ഫോം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ട്രോമകൾ ട്രാൻസ്ഫോർമേഷൻ ആകുന്ന സമയത്ത് ഒരിക്കലും ഇവരുടെ കഥയോ ഓർമ്മകളോ അല്ല വരുന്നത്. അങ്ങനെ ഒരിക്കലും ഓർമ്മകളേക്ക് ട്രാൻസ്ഫോം ആയി വരില്ല. ആ ആ ട്രോമ അനുഭവിച്ച ഒരു പെർട്ടിക്കുലർ ഫാക്ടർ ആ അല്ലെങ്കിൽ ഒരു പാർട്ട് അത് മാത്രമേ കയറി വരുള്ളൂ. ഇത് ട്രിഗർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് കണക്ട് ചെയ്ത് വെച്ച പല നോളജുകളുണ്ട്. ഇപ്പോൾ ചില ലാംഗ്വേജിൽ സംസാരിക്കും. ഇപ്പോൾ ഞാൻ ചില സ്ഥലത്ത് പാസ്റ്റ് ലൈഫ് തെറാപ്പിയൊക്കെ ചെയ്യുന്ന സമയത്ത് റിഗ്രഷൻ ചെയ്യുമ്പോൾ ചില ആൾക്കാർ തമിഴൊക്കെ പറയും. ഉം, അത് കറക്റ്റായിട്ടുള്ള തമിഴായിരിക്കില്ല. ഉം, അപ്പം കറക്റ്റ് തമിഴ് പഠിച്ച ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, തെറ്റിച്ച് പറയരുതല്ലോ. ഉം. ഇവർക്ക് പല സ്ഥലത്തുനിന്ന് തമിഴ് നോളജ് കിട്ടിയിട്ടുണ്ടാവും, ഫിലിമിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും, പല സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ട് ഒരു മെറ്റഫോർ ഇവർ ഉണ്ടാക്കും, ഉം. ഒരു ചിത്രം. ഇത് ഇവരുടെ തന്നെ സബ് കോൺഷ്യസിൽ ഇവരറിയാതെ കിടക്കുന്ന സബ്ലിമലി പെർസീവ് ചെയ്ത പെർസീവ് ചെയ്ത കാര്യങ്ങളാണ്. കാര്യങ്ങൾ ഇവർ ഒരു പിക്ചറായിട്ട് കണ്ട് പറയും. പക്ഷേ ഈ ട്രോമ ഫാക്ടർ അവിടെ കിടക്കുന്നുണ്ടാവും. അതായത് ഇവരെ ട്രിഗർ ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. അത് യെസ് പൂർവികരായിട്ട് കുറേ സപ്രസ്ഡ് ആയിട്ട് കിടക്കുന്ന ചില സാധനങ്ങളുണ്ടാവും. ഈ സാധനം ഉള്ളിൽ കിടന്നിട്ടാണ് ഇവരിത് പറയുന്നത്. ഇത് തന്നെയാണ് പൊസഷനായിട്ട് പുറത്ത് പ്രേതമായിട്ട് നമ്മൾ കാണുന്നത്. പൊസഷൻ അറിയാമല്ലോ. ആ അപ്പോൾ നമ്മൾ വേറൊരു സംഭവത്തിനെ കാണുക, ആ അത് നമ്മൾ അതിനൊരു പിക്ചർ കൊടുക്കുന്ന. ചില ആൾക്കാർ പാമ്പിനെ കണ്ട് പേടിക്കുക എന്ന് പറയും ഉം, അല്ലേ, രാത്രി ഞാൻ അവിടെ പാമ്പിനെ ആ കണ്ടു, ആ അല്ലെങ്കിൽ ഇച്ചിരി കറുത്ത നിഴൽ പോലെ കണ്ടു. ചില ആൾക്കാർ രൂപമായിട്ട് കാണും, ആ ചില ആൾക്കാർ എന്തോ പുക പോലെ കാണും. ആ അത് അവർ കൊടുക്കുന്ന ഒരു സംഭവമാണത്. ആ, അതായത് അവരുടെ മനസ്സിൽ മനസ്സിലുള്ള മനസ്സല്ല, അതായത് ഈ പറയുന്ന ഒരു ട്രോമ കിടക്കുന്നത് ഇവർ പുറത്തൊരു സംഭവമായിട്ട് കണ്ടിട്ട് അത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളൊരു രീതിയിലാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ ബ്രെയിനകത്ത് അമിഗ്ഡല എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഉം, ഉം, കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഫിയറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ശരിക്കും നമുക്കിപ്പം ഞാൻ പറയാം, ഇപ്പം മാമിനൊരു അബാൻഡൻ ഇഷ്യൂസ് ഉണ്ടായെന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ എന്ത് ചെയ്യും ഈ പരിപാടി, ഇനി ഒരു ഏരിയയിൽ നിന്നും എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഉം, കാരണം അന്ന് എനിക്ക് എന്ത് പറ്റി, ഞാനിത് അനുഭവിച്ചപ്പം ഭയങ്കരമായിട്ട് ഞാൻ വേദനിച്ചു. ഉം, അപ്പോൾ ഇനി ഞാൻ വേദനിക്കാൻ പാടില്ല ഉം, എന്ന് കരുതി അങ്ങനെ ഉണ്ടാവുന്ന എല്ലാ സാഹചര്യത്തിനും ഇത് ബ്ലോക്ക് ചെയ്യും. ഉം. അതിനുള്ള പോസിബിലിറ്റി ഉള്ള പോസിബിലിറ്റീസ് എവിടെ നിന്നാണോ, ആ അത് നല്ലതാവാൻ ചീത്തയാവും, ആ അതൊന്നും ആ പുള്ളിക്കാരൻ അറിയേണ്ട ആവശ്യമില്ല, കംപ്ലീറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്യും. ആ അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു സാധനം വരുമ്പോൾ അതിനൊരു ഫിയറായിട്ട് കണ്ടിട്ട്, ഇതൊക്കെ ആ മൈന്യൂട്ട് സെക്കൻഡ്സിനുള്ളിൽ നടക്കുന്ന കാര്യം കേട്ടോ. ഒരു സാധനം പൊസസ് ചെയ്യും, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കറുത്ത നെല്ല് പോലെ കാണുന്നുണ്ട്, അവിടെ സാമീപ്യമുണ്ട്. ചില ആൾക്കാർ സൗണ്ടായിട്ട് കേൾക്കും, പിന്നെ ചിലത് മൂവ് ചെയ്യുന്നതായിട്ട്, സ്മെല്ലായിട്ട്, ഇങ്ങനെ പലതായിട്ടും വരാം. ഇതെല്ലാം ഒരു പൊസഷൻ്റെ ഭാഗമാണ്. ഇതിനൊക്കെ നമുക്ക് തെറാപ്പീസും ഉണ്ട് ശരിക്കും. ഓ ആസ് ഇൻ ഹിപ്നോതെറാപ്പിയിലാണോ? ഹിപ്നോതെറാപ്പിയിലുണ്ട്. പണ്ട് നമ്മൾ ഇപ്പം പൂജാമന്ത്രങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഈ സെയിം എഫക്റ്റാണ് ബ്രെയിനകത്ത് നടന്നിട്ട് ഇവർക്ക് മാറുന്നത്. ആ. അവിടെയാണ് അതിൽ കുറച്ചുകൂടി പക്ഷെ അതിന് ആൾക്കാർ ഭയങ്കര റിലീജിയസ് റിലീജിയസ് ആയിട്ടും ആക്കി ഒക്കെ മാറ്റിയതാണ്. കണ്ടു എന്നുള്ളത് കൊണ്ട് ഉം. എനിക്ക് അത് തോന്നുന്നു ശരിക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരു മന്ത്രം ചാൻറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യും, അതെങ്ങനെ വർക്ക് ചെയ്യും, എങ്ങനെ ഈ സാധനം പോകും, ഇതിനെല്ലാം നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ആരും അന്വേഷിക്കുന്നില്ല. നമുക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ട് ആൾക്കാർ പറയാറുണ്ട് മൈൻഡ് എവിടെയാണ്, ഹാർട്ടിലാണെന്ന് പറയും, ബ്രെയിനിലാണെന്ന് പറയും. ഞാമിന് എന്താ തോന്നുന്നത്? ഇതിന്റെ എനിക്കും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഞാനും മനസ്സിലാക്കുന്നത് ഹാർട്ടും മൈൻഡും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഐ മീൻ ഹാർട്ടും ബ്രെയിനും ബ്രെയിനും കൂടെ ബോഡിയും. ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ എൻ്റെ അറിവിന്റെ പരിമിതി വെച്ച് മനസ്സിലാക്കുന്നത്. ശരിക്കും നേരത്തെ പറഞ്ഞല്ലോ അങ്ങോട്ടേക്ക് വരാം, അതെന്താണ് ശരിക്കും? അതായത് ഇപ്പം മൈൻഡിന് നമ്മൾ 3 തരത്തിലൊക്കെ കുറേ ഡിവിഷൻസ് ഉണ്ട്. എന്നാലും പ്രധാനപ്പെട്ട് നമ്മളിപ്പോൾ സൈക്കോളജി ഒക്കെ പഠിക്കും, ഐസ്ബർഗ് ഒക്കെ വരച്ചിട്ട് നമ്മൾ പഠിക്കാറില്ലേ, കോൺഷ്യസ് സബ് കോൺഷ്യസ് പഠിക്കുന്നുണ്ട്. അൺകോൺഷ്യസ് എന്നൊക്കെ പഠിക്കും. ഇതെന്താ ശരിക്കും കോൺഷ്യസ് മൈൻഡ്? കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സെൻസറി
ഓർഗൻസ് കൂടെ ഉണ്ടാവുന്ന, കാണുന്ന, കേൾക്കുന്ന അങ്ങനെ. നമ്മളിപ്പം ഇരിക്കുന്ന ഒരു ആ. സാഹചര്യത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരാൾ വന്നിട്ട് പറയാണ് പാമ്പ് കടിച്ചാൽ മരിക്കില്ല, ഉം. നമ്മളത് വിശ്വസിക്കില്ല. ഇല്ല. കാരണം എന്താ? നമ്മൾ ക്രിട്ടിക്കലി അത് തിങ്ക് ചെയ്യും, ആ. പാമ്പ് കടിച്ചാൽ മരിക്കും. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള നോളജാണ്, എവല്യൂഷണറിൻ്റെ പാർട്ടായിട്ട് തന്നെ നമുക്കറിയാം. അത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലുള്ള ആ. പല കാര്യങ്ങളും. ആ. സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മുമ്പുണ്ടായ പല അനുഭവങ്ങൾ, ഇപ്പോൾ ഇന്നലെ കഴിച്ച ഫുഡ് എന്താ നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ടാവില്ല, പക്ഷെ ഒന്നുകൂടി നമ്മൾ ചോദിച്ചു ആലോചിച്ചാൽ കഴിഞ്ഞാൽ കിട്ടും. കിട്ടും. ചിലപ്പോൾ അതിൻ്റെയും ഡെപ്തിൽ ഒരു 10 ദിവസം മുമ്പ് കഴിച്ച ഫുഡ് എന്താണെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷേ ഇത് ബ്രെയിനിൽ സ്റ്റോർഡ് ആയിരിക്കും. ഉം. ഉം. അപ്പോൾ ഇതിന് നമുക്കിപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ പെരിഫ്രണ്ടൽ കോർട്ടക്സ് എന്നൊക്കെ പറയുന്ന ഭാഗമാണ് ഈ കോൺഷ്യസ് സാധനത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഉം. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കോട്ടുള്ള ഇതാണ് എന്ത്, സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അതിനും ബാക്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും ഡെപ്തിൽ, ഇപ്പം ബ്രെയിൻ സ്റ്റെമ്മ് പോലത്തെ അങ്ങനെയൊക്കെ കിടക്കുന്ന വളരെ ഡെപ്തിൽ പോകുന്ന പാർട്ടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറീസും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത്. അപ്പോൾ ഇത് എല്ലാം വർക്ക് ചെയ്യുന്നത് ശരിക്കും ബ്രെയിനിനകത്താണ്. പിന്നെ ഗട്ടിൽ നമുക്ക് ചില ഫീൽ ഉണ്ടാവുമെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ഗട്ട് ഫീലിംഗ്. ഫീലിംഗ്. അപ്പോൾ ഗട്ട് ഫീലിംഗ് ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ്റിനകത്ത് നമുക്കറിയാം ബ്രെയിൻ പോലെ തന്നെ സെക്കൻഡ് ബ്രെയിൻ എന്നറിയപ്പെടുന്ന വയറാണ്. വയറിനകത്ത് ഒരുപാട് ന്യൂറോൺസും കാര്യങ്ങളും ഉണ്ട്, കോടിക്കണക്കിനുണ്ട്. പിന്നെ ഇതെന്നൊരു വീഗസ് നെർവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം മുകളിലേക്ക് പോകുന്നുണ്ട്. അതിനകത്തൂടെ ഇതിൽ ബ്രെയിനും എന്താ പറയുക ഗട്ടും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പം ചില ഫിയർ ഫാക്ടേഴ്സ് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടെയും അതേ എഫക്റ്റ് വരും. കാരണം ഇവിടുത്തെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മളങ്ങനെ അറിയില്ല. ഒന്നില്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടും, കാരണം ഇത് ഇതിലേ ഇങ്ങനെ കയറിപ്പോകുന്നുണ്ട്. ചിലപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നും. ഈ നെർവിൽ കൂടെയുള്ള ചില എന്താ പറയുക സംവേദനങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത്. നമുക്ക് പാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം തൊട്ടേ നമ്മളെ പറഞ്ഞ് പേടിപ്പിക്കുകയോ ജനറേഷനായിട്ട് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കഥകളിലെല്ലാത്തിലും നമുക്ക് പാമ്പുണ്ടാവും, പാമ്പ് വന്നു കടിച്ചു, മരിച്ചു എന്ന് പറയണത് ഉണ്ടാവും. ഹൊറർ സിനിമകളുടെ ഒരു വലിയ ഭാഗമാണ് പാമ്പ്. പാമ്പ് എന്ന് പറഞ്ഞാൽ പേടി എന്നല്ലാതെ ഒന്നും നമുക്ക്, എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്തും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആൻഡ് പാമ്പ് വീട്ടിലൊക്കെ നമ്മൾ പണ്ടൊക്കെ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ആൾക്കാർ വടിയും കൊണ്ടാണ് വരിക. എന്നാൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ കൊന്നാൽ നമുക്ക് സർപ്പകോപം ഉണ്ടാവും, അത് ജനറേഷൻസ് ഉണ്ടാവും എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എന്താണ് ഇതിന്റെ റിയാലിറ്റി? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം കൊറിയൻസ്, ചൈന, അവിടെ ഉള്ളവരൊക്കെ പാമ്പിനെ തിന്നുന്ന ആൾക്കാരാണല്ലോ. അതെ, അവർക്കൊക്കെ സർപ്പകോപമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാണല്ലോ. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഭീതിജനകമായിട്ടുള്ള വസ്തുക്കളെല്ലാം ആരാധിക്കുന്ന ഒരു ക്രമം പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ പണ്ടത്തെ പുരാതന കാലങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലകൾ, ജലം, അഗ്നി, ഇതൊന്നും നമുക്ക് കൺട്രോളബിൾ അല്ല. ആ കാലഘട്ടത്തിൽ ഇതെല്ലാം ആരാധിക്കുന്ന ഒരു കാര്യങ്ങളായിരുന്നു അല്ലേ. പർവ്വതങ്ങളെ ആരാധിച്ചിരുന്നു, പർവ്വതങ്ങളെ പൂജിച്ചിരുന്നു. അതേപോലെ നമുക്ക് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് തന്നെ മനുഷ്യന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവമാണ് പാമ്പ്. അതെ, കാരണം ഇത് കടിച്ചു കഴിഞ്ഞാൽ എന്തായാലും മരിക്കും. അപ്പം ഇതിനെ നമുക്ക് പണ്ട് തൊട്ടേ ഒരു ഫിയർ ഫാക്ടർ ഉള്ളൊരു സാധനമാണ്. ഇത് നമുക്ക് കൺട്രോളബിൾ അല്ല എന്നറിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വസ്തു നമുക്ക് ഭീതിജനകമാണ്, ഇതിനെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. അതിനാണല്ലോ ശരിക്കും എല്ലാത്തിനെയും ആരാധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് കിടക്കുന്ന ഒരു ഫാക്ടർ ഫിയറാണ്. ഭയത്തിൻ്റെ മുകളിലാണ് ഇതെല്ലാം ഡെവലപ്പ് ആവുന്നത്. ഭയം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. കാരണം ഭയം ശരിക്കും നമ്മളെ ജീവൻ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകമാണ്. നമുക്ക് പേടിയില്ലെങ്കിൽ നമ്മൾ നേരെ റോഡിൻ്റെ നടുക്കൊക്കെ പോയിക്കും, വണ്ടിയൊന്നും ഇടിക്കൂലേ. പേടി ഉണ്ടെങ്കിലേ നമുക്ക് ജീവൻ നിലനിർത്താൻ പറ്റൂ. അത് എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ്. ഒരു മാനിനെ നമ്മൾ ഫോറസ്റ്റിലൂടെയൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വണ്ടി നിർത്തി മാനിൻ്റെ അടുത്തേക്ക് എന്നാൽ മാൻ കൂടി പോകും. മാനിനെ നമ്മൾ ഉപദ്രവിക്കാനല്ല ചെല്ലുന്നത്, പക്ഷെ മാനിന് എന്ത് തോന്നുന്നു, എന്നെ അറ്റാക്ക് ചെയ്യാൻ വരിക, പെട്ടെന്ന് രക്ഷപ്പെടണം. ഈ ഒരു സംഭവമാണ് എല്ലാ ജീവൻ്റെയും ഒരു ബേസിക് പ്രൊട്ടക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേടി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ശാപം എന്നുള്ളൊരു സംഭവത്തിലേക്ക് വന്നത്. കാരണം ഇതിനെ ഉപദ്രവിക്കാൻ പോയത് കടിക്കും അല്ലേ. പാമ്പിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോയാൽ പാമ്പ് കടിക്കുമല്ലോ. പാമ്പിനും പേടി കൊണ്ടാണ് കടിക്കുന്നത്. പാമ്പിൻ്റെ ജീവൻ പോകുന്നുള്ള പേടി കൊണ്ടാണ് പാമ്പ് കടിക്കുന്നത്. അപ്പം നമ്മൾ പാമ്പിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് പാമ്പിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും റെസ്പെക്റ്റ് ചെയ്ത് നമ്മളെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഈ ആരാധനാക്രമങ്ങളൊക്കെ വരുന്നത്. സർപ്പക്കാവുകളും. പക്ഷെ ഇതിനെല്ലാം നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ ഇത് ആരാധിക്കുന്ന ഒരാളോട് പറയുകയാണ് ഇതെല്ലാം വിഡ്ഢിത്തരാണ്, ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ്. പിന്നെ തീർച്ചയായിട്ടും അല്ലേ. അവർക്കിതെങ്ങനെ സത്യമായി? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാരാസൈക്കോളജിയുടെ അടിസ്ഥാനം. അതായത് ഇതിലില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കലല്ല,
ഇപ്പോൾ ഒരാളൊരു പ്രേതത്തെ കണ്ടു. ഉം. ഇപ്പം മാം ഒരു പ്രേതത്തെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രേതത്തെ കണ്ടു. എന്നോട് ഇപ്പം മാം വന്ന് പറയാം പ്രേതമൊന്നുമില്ല, ഇത് നമുക്കും അറിയാവുന്ന കാര്യമാണ്, ഉം. അല്ലേ? പക്ഷേ ഞാൻ കണ്ടു, ഇതാണ് നമ്മുടെ പ്രശ്നം. ഉം. ഞാൻ പറഞ്ഞ വ്യക്തമായി. മനസ്സിലായി. അതായത് ഇപ്പം ഞാൻ ഇല്ലാന്നാണ് നമ്മുടെ പൊതുവേ ഉള്ള നമുക്ക് എല്ലാവർക്കും വിശ്വാസം. നമുക്ക് പൊതുവേ ഉള്ള വിശ്വാസമാണ്. ആ. ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം എന്താ പറയുക, ഒരാൾ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നുക. ആ. അപ്പം ഞാൻ പറയാണ് എൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നു, എനിക്ക് ഒരാൾ നിൽക്കുന്നു, ഞാൻ പാനിക്കായിട്ട് പറയുമ്പം നമ്മൾ അവരോട് ആദ്യം എന്താ പറയുക, ഇതിലൊന്നും ഒരു കാര്യമില്ല, അല്ല അവിടെ ആരുമില്ല. ആരുമില്ല. അത് നമുക്കാണ് ആരുമില്ലാത്തത്, ആ. അവർക്കുണ്ട്. ആ. അവരെ സംബന്ധിച്ചിടത്തോളം അത് റിയാലിറ്റിയാണ്. ആ. ആ റിയാലിറ്റിയിൽ അവർക്ക് അതിനെ ചിലപ്പോൾ അത് നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടാവും. ഈ പൊസഷൻ എന്ന് പറയുന്നത് നമുക്ക് നെഗറ്റീവ്ലി മാത്രമല്ല. ആ. ഇപ്പം നമ്മൾ ചില ആൾക്കാർ പറയില്ല എൻ്റെ കൂടെ എൻ്റെ ഭഗവാനുണ്ട്, അത് അയാൾക്കുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. നമുക്കായിരിക്കും ഇല്ലാത്തത്. അയാൾ അതിനെ പൊസസ് ചെയ്ത് അതൊരു പോസിറ്റീവ് സംഭവമായിട്ട് അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് നമ്മുടെ ഈ ഫിയറിൽ നിന്നും ട്രോമാസിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെയാണ്. ഇതിൽ നമുക്ക് നെഗറ്റീവ്ലി എഫക്റ്റ് ആവുന്ന സാധനത്തിനെ മാത്രം നമ്മൾ നിഷേധിച്ചാൽ മതി. ദോഷമില്ലെങ്കിൽ അതിനെ നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് പ്രേതത്തെ കാണുക, നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും അത് സിനിമയിലുണ്ട് കേട്ടോ, പ്രേതങ്ങൾ വന്ന് ഭയങ്കര കമ്പനി അടിച്ച് നമ്മുടെ കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച്, അങ്ങനെ ഏതെങ്കിലും പ്രേതത്തെക്കുറിച്ച് ആരെയും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. എല്ലാവരും പ്രേതം അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരു ഫാക്ടറാണ്, അല്ലേ? പ്രേതത്തെ കണ്ട് പേടിക്കുക ചെയ്യുന്നത്. ആ. ഹായ് ഹലോ പ്രേതം എന്ന് പറഞ്ഞാൽ നമ്മളാരും പ്രേതത്തിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുക. സിനിമകളിലൊക്കെ ഉണ്ട്, ഇപ്പോൾ നമ്മുടെ കാണാൻ പുതിയ രസമാണ്. സർവ്വമായയിലൊക്കെ അതെ, കണ്ടില്ല, അതെ, അതെ. അതേപോലെയൊക്കെ ഉണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഉം. പക്ഷേ റിയലി ഒരാൾക്കൊരു സാധനം എഫക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദോഷം വരികയാണ്, നമ്മുടെ ഉള്ളിൽ ആ ദോഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം എന്തുകൊണ്ടാണ് ഈ ചെയ്യുന്ന കാര്യത്തിനകത്ത് പ്രശ്നം ഉണ്ടാവുന്നത്? ഇപ്പോൾ ഒരാൾ ബിസിനസ് നടത്തുകയെന്ന് വിചാരിക്കുക, സപ്പോസ് അയാൾക്ക് ബിസിനസ്സൊക്കെ പൊട്ടിപ്പോവുക. അപ്പോൾ അയാൾ പോയിട്ട് അയാൾ പറയും ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എൻ്റെ തറവാട്ടിൽ ഇങ്ങനൊരു ദോഷമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ പിതൃക്കളുടെ പൂർവികരുടെ ഭാഗത്തു നിന്നൊരു ദോഷമുണ്ട്, അപ്പോൾ ഇതുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അതിന് പരിഹാരമൊക്കെ ചെയ്യും. ചിലപ്പോൾ അയാൾക്ക് ശരിയാവും, ചിലപ്പോൾ ശരിയാവില്ല, അല്ലേ? അപ്പോൾ ശരിയാവാൻ നമ്മൾ എന്ത് പറയും, അയാൾ ചെയ്തൊന്നും ശരിയായിട്ടില്ല, പൂജ ചെയ്തൊന്നും കംപ്ലീറ്റ് അബദ്ധമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പള്ളിയിലച്ഛനാണെങ്കിൽ അയാൾ പ്രാർത്ഥിച്ചൊന്നും അതിലുള്ള വിശ്വാസം പോവും. വിശ്വാസം പോവും. പക്ഷെ വിശ്വാസം പോയാലും പ്രശ്നങ്ങളുണ്ടാവും. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, പ്രശ്നങ്ങൾ ക്ലിയർ ആകുന്നില്ല. അവിടെയാണ് നമ്മൾ പ്രശ്നങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. കൂടുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ സമീപിക്കാനുള്ള ടെൻഡൻസിയും വരുന്നത്. ഇത് ശരിക്കും റിവേഴ്സ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു സാധനം കിടക്കുന്നുണ്ട്, ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കുഴപ്പങ്ങളുണ്ടാവും. ശരിക്കും അങ്ങനെ കുഴപ്പമുണ്ടായിക്കോളണമെന്നില്ല. ഇപ്പോൾ ചില ആൾക്കാരുടെ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്നത് കാണാം. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മളത് നോക്കുന്ന സമയത്ത് എന്താ, എൻ്റെ തലമുറയായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് സ്ത്രീ ശാപമാണെന്ന് പറയും, അല്ലെങ്കിൽ വേറെ എന്തോ ശാപമാണ്, പുരുഷ ശാപം, ഇങ്ങനെ പല ശാപങ്ങളുണ്ടല്ലോ. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഈ ഫാമിലി ലൈഫിനകത്ത് അല്ലെങ്കിൽ ഒരാളോട് കൂടുതൽ ഇതായി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും എന്നുള്ളൊരു ഫിയർ ഫാക്ടറിൻ്റെ സംഭവം കിടപ്പുണ്ടാവും. അത് പൂർവികമായി ജനറ്റിക്കലി ട്രാൻസ്ഫോമായി വന്നതാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരേ പാറ്റേൺ. ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്കൊരു സാമ്പത്തിക പ്രശ്നം അയാളുടെ തലമുറയിൽ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഇതേ പാറ്റേണിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിനെയാണ് പണ്ടുള്ളവർ ദുരിതം എന്ന് വിളിച്ചിരുന്നത്. പേര് മാറിയെന്നേ ഉള്ളൂ, സംഭവമൊക്കെ സെയിമാണ്. അപ്പോൾ ഇതേ സാധനം അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു ഫാക്ടറുണ്ട്. അതിനെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റീവയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം മാറും. ഇത് പൂജയിലും മറ്റ് കാര്യങ്ങളിലും സംഭവിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ആൾക്കാർ പഠിക്കുന്നില്ല. ഇതാണ് പാരാസൈക്കോളജിയിൽ അഗെയിൻ ഞാൻ പറയുന്നത്, ഇതിനെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരാൾക്ക് പ്രേതം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അയാളെ മെഡിസിൻ കൊടുത്തിട്ട് ശരിയാക്കാം, പക്ഷേ അയാൾക്ക് പിന്നെയും ഇത് വന്നേക്കാം, കാലാകാലം നിൽക്കില്ല. പക്ഷേ അയാളുടെ ഉള്ളിലെ ആ ഒരു ട്രോമ ഫാക്ടറിനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയാൽ, അയാളെക്കൊണ്ട് തന്നെ അത് റീവയർ ചെയ്യിക്കാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. അതാണ് പണ്ട് ചിലപ്പോൾ ഈ ബാധയോട് സംസാരിച്ച് ഒഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ടല്ലോ. സിംപ്റ്റംസിനെ അല്ല നോക്കുന്നത്, എന്താണ് അതിന്റെ റൂട്ട് കോസ്. കോസ് എന്നാണ് റൂട്ട് കോസിലേക്കാണ് ചെക്ക് നമ്മൾ ചെയ്യേണ്ടത്. ചെല്ലേണ്ടത്. ആൻഡ് സാറ് പറയണത് നമ്മുടെ ലൈഫിൽ എന്ത് തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒന്നുകിൽ നമ്മൾ സബ്ലിമലി പെർസീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ട്രോമയിൽ നിന്ന് വരുന്നതോ ആയിരിക്കും. അതെ. അതായത് ബേസിക്കലി നമുക്കൊരു ഫിയർ ഫാക്ടർ ഉണ്ട്. നമ്മൾ ഫിയർ കൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതെന്തിനാ? നമ്മൾ ഫെയിൽ ആയി പോവോ നമുക്ക് പേടി. ആ, അങ്ങനെ of ഓരോ course. കാര്യം എടുത്താലും, ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി എല്ലാം സെറ്റ് ചെയ്യും. ആ, എന്തിനാ? നേരം തെറ്റിപ്പോവോ വൈകി എന്ന് പേടി. പോകുമോ എന്നുള്ള പേടി. തെറ്റിപ്പോവോ അപ്പോൾ വഴി എല്ലാത്തിൻ്റെ അടിയിലും ഒരു പേടി കിടപ്പുണ്ട്. ഈ പേടി ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം പോകുന്നത്. അപ്പോൾ ഈ പേടിയെ നമ്മൾ, എല്ലാ പേടികളും പ്രശ്നമല്ല, പേടി കംപ്ലീറ്റ് ഇല്ലാണ്ട് ഒരാൾക്കും പറ്റില്ല. പറ്റില്ല. കാരണം നമുക്കിപ്പോ ഒരു പരീക്ഷ ഉണ്ട്, നമുക്ക് പേടി വേണം, പേടി വരും, എന്നാലേ നമ്മൾ പഠിക്കുകയുള്ളൂ. അവിടെയാണ്. പക്ഷേ ആ പേടി കൂടിയാൽ ചിലപ്പോൾ പഠിക്കാൻ പറ്റില്ല എന്ന് വരും. അതെ, അതെ. അങ്ങനെ എക്സാം ഫിയർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം തന്നെ ഉണ്ടല്ലോ.
അപ്പോൾ ഈ പേടിയുടെ പാർട്ട് എന്താ പറയുക, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് ചില ആൾക്കാർക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. ഒരു നമ്മൾ പറയുന്ന അൺവാണ്ടഡ് ഫിയേഴ്സ് എന്ന് പറയും. ഉം. കാരണം ഫിയേഴ്സ് തന്നെ 2 രീതിയിലുണ്ടല്ലോ. ഉം. അപ്പോൾ ഈ പറഞ്ഞ പോലെ സർപ്പദോഷം എന്നുള്ളത് നമ്മൾ അതിൽ നിന്നാണ് തുടങ്ങിയത്. ഉം. അപ്പോൾ ഈ സർപ്പദോഷം എന്ന് പറയുന്ന സംഭവം ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പൂർവികമായിട്ട് നമ്മൾ ആരാധിച്ച് വന്നിട്ടുള്ള ചില ക്രമങ്ങളിൽ തെറ്റുണ്ട് എന്നുള്ളത് നമ്മുടെ ജെനറ്റിക്കലി കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആരോ പറഞ്ഞിട്ട് ആരോ നമ്മളത് പറഞ്ഞതും perceive ചെയ്ത്. മുമ്പുള്ളവർ അനുഭവിച്ചതുമൊക്കെ ആയിട്ടുള്ള പല സാധനങ്ങളുമുണ്ട്. ഇതും ജെനറ്റിക്കലി നേരെ നമ്മളിലേക്ക് കയറി വരും. ഇത് അവിടെ ഒരു ഫാക്ടറായിട്ട് കിടക്കും. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എഗെയിൻ നമുക്ക് മൺചിത്രത്താഴിലെ ഒരു സംഭവത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ചെറുപ്പകാലത്തിലുണ്ടായ കുറേ അനുഭവങ്ങൾ ആ. ട്രിഗർ ചെയ്തു ആ. എന്നൊക്കെ. Yes, yes. അത് വീണ്ടും വന്നപ്പോൾ ട്രിഗർ ചെയ്തു. കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനറ്റിക്കലി ഈ ഒരു സാധനം കിടക്കുന്നുണ്ടാവും. ഉം. ഈ സാധനം നമുക്കൊരു പെർട്ടിക്കുലർ ഒരു ഫാക്ടർ വന്ന് തട്ടുന്ന സമയത്ത് ഈ സാധനം വർക്കൗട്ട് ആവും. വർക്കൗട്ട് ആവുന്ന സമയത്ത് ഇവർക്ക് ഇതുപോലെയൊക്കെ കാണിക്കാൻ തുടങ്ങും. സർപ്പദോഷത്തിലുള്ള, അതായത് എല്ലാം ഇപ്പം നമ്മൾ കാണുന്ന പോലെ പ്രേതത്തെ കാണലോ അല്ലെങ്കിൽ ഒച്ചയിടലോ അലറലോ തുള്ളലോ അല്ല, മൈന്യൂട്ട് ലെവലിലും ഈ സാധനം വർക്ക് ചെയ്യും. പക്ഷേ നമ്മൾ ഇതിനെ തന്നെ ഒന്നും കൂടി ഒന്ന് ഡെപ്തിൽ അനലൈസ് ചെയ്ത് ആ ഒരു പാർട്ടിൽ നമ്മൾക്ക് എങ്ങനെ ഹീൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ഹീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ടും ഉണ്ട്. Okay. വളരെ പെട്ടെന്ന് ആൾക്കാർക്ക് മാറ്റം വരും. ബിസിനസ്സിലായാലും പഠിത്തത്തിലായാലും റിലേഷൻഷിപ്പിലായാലും പല കാര്യങ്ങളും. ഇപ്പോൾ ഫിയേഴ്സിലായാലും ചില ആൾക്കാർ സ്ഥിരമായിട്ട് ചില ഒരേ പാറ്റേൺ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകാൻ പറ്റും. അത് ഓരോ ആൾക്കാരെ കുറിച്ചിട്ടും ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. ഇപ്പം ഇനി നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, എന്താ പറയുക, 3 പേര് പോയ പ്രേതത്തിനെ ആ, കാണില്ല, ആ, 4 ആ, പേര് ആ, പോയ ആ, പ്രേതത്തിനെ കാണില്ല ആ. എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്? ആ, അതായത് ഒരാൾക്ക് മാത്രമേ ചിലപ്പോൾ ആ പ്രേതം എന്നുള്ള ഇതിനോടുള്ള ഫിയർ. ഫിയർ ഫാക്ടർ കാണുള്ളൂ. അത് അയാൾ കാണുന്നത് ചിലപ്പോൾ പ്രേതമായിട്ടായിരിക്കാം, ആണായിട്ടായിരിക്കാം, പെണ്ണായിട്ടായിരിക്കാം, സൗണ്ടായിട്ടായിരിക്കും. ചില ആൾക്കാർ പറയില്ലേ, ഞങ്ങൾക്ക് വീട്ടിനകത്ത് എന്നെ വിളിക്കുന്ന ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, മുടി കരിഞ്ഞ മണം വരുന്നുണ്ട് വീട്ടിനകത്ത് എപ്പോഴും. അല്ലെങ്കിൽ എന്താ പറയുക, ഈ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഇതേപോലെ തെറാപ്പിയൊക്കെ ചെയ്ത് ഹിപ്നോതെറാപ്പിയൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇയാളുടെ പൂർവികമായിട്ട് ആരൊക്കെയോ കത്തി മരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിയർ ഫാക്ടർ ഉള്ളിൽ കിടപ്പുണ്ട്. അത് പുള്ളിക്ക് അറിയില്ല, ജെനറ്റിക്കലി ഉള്ളതാണ്. പക്ഷെ ഇതിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം, പ്രേതമായിട്ട് വിളിക്കാം. അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നത് ബ്രെയിനിലാണ്, സയൻറ്റിഫിക്കലി ആണ്. അല്ലാതെ ഇതൊരു എനർജി വരവോ പോക്കോ അല്ല. അതായത് ബ്രെയിൻ, ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇപ്പം മാമിനോട് സംസാരിക്കുകയാണ്. ഇപ്പം ഞാൻ പറയുമ്പോൾ മാം ശ്രദ്ധിച്ചിരിക്കുന്നു, മാം ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഇരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു ബ്രെയിൻ വേവ് സിങ്ക്രണൈസേഷൻ പോലത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ബ്രെയിൻ കപ്ലിംഗ് എന്നൊക്കെ പറയും. മാം ഇനി അപ്പുറത്ത് പോയി നിന്ന് വിചാരിക്കും, ഇവിടേക്ക് ഈ വേവിന് സഞ്ചരിച്ച് പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് വളരെ ബേസ് വൈബ്രേഷനിൽ നിൽക്കുന്ന ഒരു സാധനം, അതിന് ഹൈ ആയിട്ട് പോകാൻ പറ്റില്ല. എന്താണ് ബ്രെയിൻ കപ്ലിംഗ്? ബ്രെയിൻ കപ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം രണ്ടുപേരും മിറർ ന്യൂറോൺസിൻ്റെ ചില സംഭവം. ഇപ്പം നമുക്ക് ഒരാൾക്ക് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ ഒരാളുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആണിയടിക്കുന്ന പോലെ കാണിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇതുപോലെ കണ്ണാടിയിൽ നമ്മൾ എങ്ങനെയാണോ ഒരു ഇത് പതിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരാളുടെ ഇമോഷൻ എംപതി ആയിട്ട് നമ്മൾ ഈ സാധനത്തിന് ഉള്ളോട്ട് എടുക്കാൻ തുടങ്ങും. അതാണ് മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ ന്യൂറോൺസ് ആണത്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ തോന്നും, എൻ്റെ കൈക്ക് അടി കിട്ടുന്ന അതേ ഫീല് നമുക്ക് വരും. അപ്പോൾ അവിടെ നമ്മുടെ മുന്നിലത്തെ ആൾ, ക്രിട്ടിക്കൽ ആൾ പറയുന്നത് നിനക്കല്ല അവനാ കിട്ടിയ, നീ വിഷമിക്കേണ്ട. ഇതില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇത് വീക്കായിരിക്കുന്ന ആൾക്കാർക്ക് ഇത് അതേപോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചില എന്താ പറയുക എക്സോസിസം പോലത്തെ സെറ്റപ്പൊക്കെ കണ്ടിട്ടില്ലേ? അതിൽ നമ്മൾ പ്രതിമയുടെ മുകളിൽ ആണി ഇടിക്കുമ്പോൾ അപ്പുറത്തെ ആൾ കരയുന്നതൊക്കെ കാണാം. കാരണം ആ സമയത്ത് ഇതിനെ നമ്മൾ തൽക്കാലമായിട്ട് എന്ത് ചെയ്യും, അത് തന്നെയാണ് ഹിപ്നോതെറാപ്പിയിലൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെ ബ്രെയിൻ വേവിനെ ഒരു ആൽഫ സ്റ്റേറ്റിലേക്ക് എടുത്തുകൊണ്ട് വരും. ഇപ്പോൾ നമ്മൾ സ്വപ്നത്തിലും സംഭവിക്കുന്ന അതാണ്. റെം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കണ്ണ് ഇങ്ങനെ 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 മൂവ് ചെയ്യുന്നൊരു സംഭവം കണ്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഉമിനീർ ഇതിങ്ങനെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും തൊണ്ടയുടെ ഭാഗത്ത്. അപ്പോൾ ആ ഒരു വേവിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു സെഷനിലൂടെ. ഇത് തന്നെയാണ് കുറേ സമയത്തിരുന്ന് ട്രാൻസ് എന്ന് പറയാം, നമുക്ക് ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം ആ സമയത്ത് നമ്മുടെ ക്രിട്ടിക്കൽ ഫാക്കൽറ്റി ആയിട്ടുള്ള നമ്മുടെ ഈ പെരിഫ്രണ്ടൽ കോർട്ടക്സ് ഒന്നൊന്ന് ഇല്ലാണ്ടാവുകയല്ല, ഒന്ന് ഡൗൺ ആവും. ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റില്ല, ഇതുപോലെ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം മിറർ ന്യൂറോൺസ് ആണ് കൂടുതൽ ആക്ടിവേറ്റ് ആവുക അവിടെ. ഇതിന് വേണേൽ നമുക്ക് എന്ത് പറയാം, കണ്ടില്ലേ ഇവിടെ അടിച്ചപ്പോൾ അയാൾക്ക് വേദനിച്ചില്ലേ, അപ്പോൾ ഇയാളുടെ ആത്മാവ് ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ എന്ന് പറയാം. സത്യത്തിൽ അങ്ങനെയല്ല. അങ്ങനെ പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമാണ്. നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്നതൊന്നും എന്ത് മണ്ടത്തരാണ്, സയൻസ് ഇത്ര വികസിച്ചു. പക്ഷേ സയൻസിൻ്റെ ഈ വികസനം ആരും കാണുന്നില്ല. ഈ ഒരു മേഖലയിലും നമ്മൾ പഠിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ.
എന്തുകൊണ്ട് സംഭവിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്കതിന് പ്രതിവിധികൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും വളരെ പെട്ടെന്ന്. ശരിക്ക് എന്താണ് ഇൻട്യൂഷൻ? ഇൻഡ്യൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അമിഗ്ഡല എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു ആ. ചെറിയ പയർമണി പോലത്തെ ഒരു ആ. സാധനം ബ്രെയിൻ്റെ കുറച്ച് ഈ താഴത്തെ ഭാഗത്ത് നടുക്കായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫിയർ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം. ഇതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ ചില ആൾക്കാർ പറയും എനിക്ക് ഇയാളെ കണ്ടപ്പോൾ എന്തോ ഒരു വശപ്പശൊക്കെ തോന്നുന്നുണ്ട്, അവൻ ആളൊരു ചതിയനാന്നാ തോന്നുന്നത് അല്ലേ. ആ പിന്നെ പിന്നെ. അത് ഇൻഡ്യൂഷൻ ആയിരിക്കും. ഇത് കറക്റ്റ് ആവും കുറേ കഴിയുമ്പോൾ. ഉം. അവൻ കണ്ടോ, ഞാൻ അന്നേ പറഞ്ഞല്ലേ, ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കാറുണ്ട് ഉം. അല്ലേ. ഇങ്ങനെയല്ല പിന്നെ ഇൻഡ്യൂഷനുള്ള ചില ആൾക്കാർ ആൾക്കാർ പറയും. പറയും എൻ്റെ ഇൻട്യൂഷൻ ഒന്നും തെറ്റാറില്ല. തെറ്റാറില്ല. പിന്നെ എന്താ പറയുക, നമുക്കൊരാളെ കാണുമ്പോൾ വൈബ് മാറ്റേഴ്സ് ആ എന്നൊക്കെ പറയും ചില യെസ് ആൾക്കാർ യെസ്. ആ. അല്ലേ. ആ. എന്നിട്ട് അവരെ കാണുമ്പോൾ ഒരു വൈബ് അടിക്കും. ആ. ഈ വൈബ് എവിടെ അടിക്കുന്നത്? നമ്മളല്ലേ. അതെ, നമ്മൾ എങ്ങനെ അടിക്കുന്നത്? അതാണ് അറിയാത്തത്. അവിടെയാണ് പ്രശ്നം. അതായത് ഇപ്പം ഈ നമ്മളെ മുമ്പ് ഒരാൾ ചതിച്ചു അല്ലെങ്കിൽ നമ്മളെ കുറേ പൈസ പറ്റിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക. ഉം. ഈ ഇൻഡ്യൂഷൻ ഉണ്ടായ ആൾക്കാരൊക്കെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടാവും. ഇപ്പം പറയില്ല, എനിക്ക് അയാളെ കാണുമ്പോഴേ മനസ്സിലാവും അയാൾ ശരിയല്ല, ഞാൻ അങ്ങനത്തേലൊന്നും പോയി പോയിട്ടില്ല. പക്ഷേ അയാളോട് തന്നെ നമ്മളിരുന്ന് കുറേ സംസാരിച്ചാൽ മുമ്പേ അയാൾക്ക് നല്ല പെട്ടുണ്ടാവും. പണി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ഇയാളുടെ അമിഗ്ഡല എടുത്ത് നോക്കും, പ്രശ്നമാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ അവിടെ താഴെയായിട്ട് ചില പാർട്ടുണ്ട്. ഉം. ഇവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കാണുന്ന സമയത്ത് ആ ഫീലുമായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും. അപ്പം എന്താ പറയുക, ഇപ്പോൾ ഒരാളെ പൈസ പറ്റിച്ച ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ വേറൊരാൾ വന്ന് കടം ചോദിക്കുകയാണെങ്കിൽ ഉടനെ ഇത് പൈസയുമായിട്ട് റിലേറ്റഡ് ആണ്. ഉം. ഉടനെ ഇത് കണക്ട് ചെയ്യും. അയാളിൽ കണ്ട എന്തെങ്കിലും പാറ്റേൺസ് ഇയാളിൽ ഉണ്ടോ, ഇയാളുടെ മൈക്രോ എക്സ്പ്രഷൻസിലോ അല്ലെങ്കിൽ സംസാര രീതിയിലോ ഈവൻ സ്മെല്ലിൽ വരെ അത് നമ്മൾ സെൻസ് ചെയ്യും. പക്ഷെ നമ്മളറിയില്ല, കോൺഷ്യസ്ലി നമ്മളിതൊന്നും അറിയുന്നില്ല. സ്മെല്ല് സെൻസ് ചെയ്യും, ചെറിയ ചെറിയ മൈന്യൂട്ട് ആക്ഷൻസ്, കണ്ണ് ചിമ്മുന്നത്, അതുപോലെ വിരലിൻ്റെ എന്താ പറയുക സഞ്ചാരങ്ങൾ, ഇതെല്ലാം നമ്മൾ നോട്ടീസ് ചെയ്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനുള്ളിൽ സാധനം പുറത്തേക്ക് വരും. ഇവനാൾ ശരിയല്ല. എങ്ങനെ? ആദ്യം മാപ്പിംഗ് ചെയ്ത് വെച്ചൊരു സാധനമുണ്ട്. ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ പുറത്തേക്ക് സാധനം വരുന്നത്. ഇതൊരു 100 ഇൻഡ്യൂഷൻ അടിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു 8-10 എണ്ണേ ശരിയാവുള്ളൂ. ഇപ്പോൾ ചില ആൾക്കാർ പറയില്ലേ, അങ്ങോട്ട് പോയാൽ പ്രശ്നമാവും, അങ്ങോട്ട് പോയാൽ പ്രശ്നമാവും എന്നിങ്ങനെ തോന്നും. പ്രശ്നമായില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും വെറുതെ എനിക്ക് തോന്നിയ ഞാൻ വിട്ട് കളഞ്ഞു. ഇങ്ങനെ വിട്ട് കളഞ്ഞതായിരിക്കും അധികവും. പക്ഷെ തോന്നിയ കാര്യത്തിന് നമുക്ക് കണ്ടോ, നമ്മൾ എന്ത് ചെയ്തെടുക്കും? എടുത്ത് വെക്കും. 10 എണ്ണേ ശരിയാവുള്ളൂ 100 ബാക്കി മൊത്തം കളഞ്ഞു പോയിട്ടുണ്ടാകും. അതൊക്കെ വെറുതെ മനസ്സിൽ വേണ്ടാത്ത തോന്നുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ വിടും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയില്ല. പക്ഷേ നടന്ന കാര്യങ്ങൾ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ പറയും എൻ്റെ ഇൻഡ്യൂഷൻ എല്ലാം കറക്റ്റാണ്. എല്ലാം കറക്റ്റ് ആവുന്നില്ല അവിടെ. ഇങ്ങനെയാണ് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഒരാളോട് ഇപ്പം ഞാൻ സംസാരിക്കുമ്പം ഞാൻ പറഞ്ഞു, എസ്പെഷ്യലി നമ്മളൊരു തെറാപ്പിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു തന്ത്രിക് രീതിയിൽ നമ്മൾ പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണെങ്കിലും ഒക്കെ ആണെങ്കിലും, ഇപ്പോൾ ഹിപ്നോതെറാപ്പി ആണെങ്കിലും, നമ്മൾ അവരോടൊപ്പം ഇരുന്ന് നമ്മൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളും അറിയാതെ പോവും. ഒരു എംപത്തറ്റിക് സാധനം അവിടെ വർക്കൗട്ട് ആവും. അപ്പം മാം ഇരുന്ന് എന്നോടൊരു പ്രശ്നം പറയുമ്പോൾ ഞാൻ പറയും ജസ്റ്റ് റിലാക്സ് ചെയ്തിരിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഞാനും ഓട്ടോമാറ്റിക്കലി അവിടെ റിലാക്സ് ആവും. ദെൻ അവിടെ വരുന്ന സാധനങ്ങൾ അതേപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതൊരിക്കലും ഒരു എന്താ പറയുക, ഒരു ഊർജ്ജം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എനർജി പോയിട്ടുണ്ടാവുന്നതേ അല്ല. ഇതൊക്കെ സൈക്കിക് റീഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇത് സൈക്കിക് റീഡിംഗ് അല്ല. ഇത് ജസ്റ്റ് നമുക്ക് ഉണ്ടാവുന്ന ഫീൽ, നമ്മുടെ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നതാണ്. ഈ റബ്ബർ ഹാൻഡ് എഫക്റ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ഓപ്പറേഷൻ ചെയ്ത ആൾക്കാർക്ക് ഈ കൈ ഷുഗറൊക്കെ വന്നിട്ട് നമ്മൾ കൈയൊക്കെ കട്ട് ചെയ്ത് കളയില്ലേ ചില ആൾക്കാർക്ക്, അവർക്ക് ഇല്ലാത്ത കൈക്ക് വേദന വരും. ഇത്രയും പാർട്ട് ഉണ്ടാവില്ലായിരിക്കും. ഇവിടെ ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങും. റബ്ബർ ഹാൻഡ് ഇല്യൂഷൻ അങ്ങനെ എന്താണ്ടോ പറയണ്ട, അത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അവിടെ വേദന വരുന്നത്? എനർജി ബേസ് പറഞ്ഞാൽ നമ്മുടെ ഓറ ഇവിടെ നിലനിൽക്കുന്നു, മരിച്ചു കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞാലേ ഇത് പോവുള്ളൂ, അതേപോലെ ശരീരത്തിൻ്റെ ഓറയുണ്ട്, ഇതിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഇതെല്ലാം ശരിയാന്ന് തോന്നും, കാരണം ഇല്ലാത്ത കൈക്കല്ലേ വേദനയുള്ളത്. ഇത്രയും പാർട്ടിനില്ല. ഡോക്ടേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ലാത്ത കൈക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ, ഇല്യൂഷനാണെന്ന് പറയാം. പക്ഷേ ഇതിന് നമ്മൾ അവിടെയാണ് റബ്ബർ ഹാൻഡ് ഇല്യൂഷൻ വർക്ക് ചെയ്യിപ്പിച്ചത്. അതായത് ഒരു കണ്ണാടി വെക്കും. ഇത് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കും. ഇപ്പം നമ്മൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിക്കുക, കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ കാലിൻ്റെ ഇവിടെ പെയിൻ എടുക്കുക, തരിക്കുക, മരവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാലനക്കും. കാരണം എന്താ, ബ്രെയിൻ അങ്ങോട്ടേക്ക് മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടുന്ന് തിരിച്ചൊന്നും കിട്ടുന്നില്ല, സ്റ്റക്കായി നിൽക്കുക. അപ്പോൾ ഉടനെ ബ്രെയിൻ അവിടേക്ക് വേദന കൊടുക്കാൻ തുടങ്ങും, കാരണം അവിടുന്ന് എന്തെങ്കിലും കിട്ടണ്ടേ. അപ്പോൾ ബ്രെയിൻ്റെ ഒരു ലാംഗ്വേജ് അത്. കൈക്ക് പെയിൻ ഉണ്ട്, ഇവിടെ കൈയില്ല എന്നുള്ള പുള്ളിക്കാരനെ അറിയില്ല, അത് കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വേദന ഉണ്ട്, ഇത് അനങ്ങുന്നില്ല, അനങ്ങാൻ വേണ്ടിയാണ് ഈ സാധനം കൊടുക്കുന്നത്, അനങ്ങില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കണ്ണാടി വെച്ചിട്ട് ഇടത്തെ കൈ ഇങ്ങനെ കാണിപ്പിക്കും. അപ്പോൾ വലത്താണെങ്കിൽ ഈ കൈ കാണിക്കും, എന്നിട്ട് ഈ കൈ ഇങ്ങനെ ഇളക്കാൻ പറയും.
എന്നിട്ട് അതിലേക്ക് നോക്കുമ്പോൾ ബ്രെയിൻ ഇത് ഇളകുന്ന പോലെ തോന്നുമ്പോൾ വേദന പോകും. വി കൻ ബേസിക്കലി ചീറ്റ് അവർ ആ ബ്രെയിൻ. സുഖമായിട്ട്. ഏറ്റവും മണ്ടനാണ്, പക്ഷെ ഏറ്റവും ബുദ്ധിമാനുമാണ്. ഇനി ഈ സിക്സ്ത് സെൻസ് ചില ആൾക്കാർ വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു, അത് സത്യമായി, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് ഫ്ലഡ് വരും എന്ന് പ്രവചിച്ചു, അല്ലെങ്കിൽ ഒരു വലിയ പൊളിറ്റീഷ്യൻ മരിക്കും ഇന്ന ദിവസം എന്ന് പ്രവചിച്ചു, ഇതൊക്കെ സത്യമാവുന്നതും ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും എന്താണ് ഇതിന്റെ? ഇതിനെ നമ്മൾ ബ്രെയിൻ വേവ് സിങ്ക്രണൈസേഷൻ എന്ന് പറയും. ആ. നമുക്ക് ബ്രെയിനിന് 4 ടൈപ്പ് വേവ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇതാണ് നമ്മൾ ഡീപ്പ് മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ അതേ ഇൻറ്റ്യൂഷൻ്റെ വേറൊരു പതിപ്പാണ്. അതാണ് ഞാൻ പറഞ്ഞ ഏകദേശം ഇൻറ്റ്യൂഷൻ പോലെയാണെന്ന് പറഞ്ഞത്. അപ്പം നമ്മളൊരു ഡീപ്പ് മെഡിറ്റേഷനിൽ പോകുമ്പോൾ നമ്മൾ തീറ്റയിലും അതിൻ്റെ താഴത്തെ വേവിലേക്കൊക്കെ നമ്മളിങ്ങനെ പോകും. ബ്രെയിന് 4 ഇത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ആൽഫ, ബീറ്റ, തീറ്റ, ഗാമ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പറയും. അപ്പോൾ ഈ ആൽഫയ്ക്കും താഴെ നമ്മൾ തീറ്റയിലേക്കും പോയി അതിൻ്റെയും താഴേക്ക് പോകുന്ന ഒരവസ്ഥയിൽ നമ്മൾ വരുമ്പോൾ ബ്രെയിനിൻ്റെ എല്ലാ വേവും ഒരേ അളവിൽ വരും. ഇതിനാണ് ബ്രെയിൻ വേവ് സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ചില ആൾക്കാർ പറയും ഇതെനിക്ക് എന്താ പറയുക സിദ്ധമായതാണ്, എനിക്ക് ഞാൻ ഒരു ദിവസം ബീച്ചിൽ പോയിരുന്നപ്പോൾ കിട്ടി, അല്ലെങ്കിൽ കാറ്റടിച്ച് ഇങ്ങനെ പ്രകൃതിയിൽ പോയി മലയുടെ മുകളിൽ പോയപ്പോൾ കിട്ടി. എന്തുകൊണ്ട് കിട്ടി? ഇതൊരാൾക്ക് സ്ഥിരമായിട്ട് നിൽക്കുന്നതല്ല. കാരണം നമ്മളെ മൈൻഡ് വളരെ കാമാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം കൂടി ഒരു പോയിന്റിലേക്ക് വരും. ഇത് നമ്മൾ ഡീപ്പ് മെഡിറ്റേഷൻ, ബ്രീത്തിങ് ടെക്നിക്സ്, പ്രാണായാമം ഇങ്ങനത്തെ പോലെ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഒരളവിൽ വരും. ഈ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് ഒരുപാട് നോളജ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല ഡെയിലി ലൈഫിൽ, പക്ഷെ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഒരു കാർപ്പറ്റിനടിയിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടാവും ബ്രെയിൻ. നമ്മളിത് പോകുന്ന സമയത്ത് നമ്മളൊരു പെർട്ടിക്കുലർ ഇതിന് ഹിപ്നോതെറാപ്പിയിൽ നമ്മൾ സൂപ്പർ കോൺഷ്യസ്നെസ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. സെൽഫ് ഹിപ്നോസിസ് ഒക്കെ ചെയ്യും. ഇത് തന്നെയാണ് മെഡിറ്റേഷനിലും പോകുമ്പോൾ വരുന്നത്. അപ്പം ഞാൻ എൻ്റെ സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഞാൻ ചോദിക്കുക എൻ്റെ ജീവിത ലക്ഷ്യം എന്താ? ഇവിടെ ഒരു വലിയ രസമുള്ള സംഭവം. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു ആൻസർ കിട്ടും. അതാണ് ജീവിത ലക്ഷ്യം എന്നാണ് പറയുക. അത് ശരിക്കും നമ്മളുടെ ഇത്രയും കാലത്തെ അറിവ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പോസിബിളായിട്ട് നല്ല രീതിക്ക് പോകാൻ പറ്റുന്ന ഒരു അറിവിനെ ബ്രെയിൻ തന്നെ കണ്ടെത്തി തരും. ഇതൊരു എനർജിയോ അല്ലെങ്കിൽ വേറൊരു സാധനമല്ല. ഇപ്പം മാമിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മാമിന് അറിയാം, മാമിൻ്റെ ബ്രെയിനിനറിയാം, മാമിനറിയാമെന്ന് പറയണ്ട, മാമിൻ്റെ ബ്രെയിനിനറിയാൻ പറ്റും എങ്ങനെ പോയാൽ എനിക്കിതിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ആൾക്കാർ ചില ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഭയങ്കരമായിട്ട് സക്സസ് ആയി എന്നൊക്കെ പറയുന്നേക്കാം. കാരണം അവർക്ക് അവരുടെ ബ്രെയിൻ അറിയാം ഇവർ എന്തൊക്കെ മണ്ടത്തരം കാണിക്കും, എന്തെല്ലാം കാണിക്കില്ല, ഇതുകൊണ്ട് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ആകത്തുക എടുത്തിട്ട് നമുക്കൊരു ആൻസർ കിട്ടും. അത് പലപ്പോഴും ചില ആൾക്കാർക്ക് കറക്റ്റ് ആവാറുണ്ട്. അങ്ങനെയാണ് ചില ആൾക്കാർ ഭാവി പറയുന്ന പോലെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വേറൊരാളുടെ കാര്യം എന്താണെന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടും. ഇതും ഈ പറഞ്ഞ പോലെ ഒരു 100 എണ്ണത്തിൽ ഒരു 8 10 എണ്ണമൊക്കെ ശരിയാവുള്ളൂ, ബാക്കി ശരിയായിക്കൊള്ളുന്നില്ല. ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ വേറൊരു സംഭവമാണ്. അപ്പം ചില കുട്ടികൾ എക്സാം ഫിയർ, എക്സാമിലൊക്കെ തോറ്റിട്ട് ആത്മഹത്യ ചെയ്യുന്നത് കേട്ടിട്ടില്ലേ? പിന്നെ അതെന്തിനാണ് അവർ ചെയ്യുന്നത്? നാണക്കേട് അല്ലേ, ഭയം. ഇപ്പം എന്തിനാണ് നാണം കെടുന്നത്? ഞാൻ തോറ്റു എന്ന് എല്ലാവരും അറിഞ്ഞു, ഇങ്ങനെയല്ലേ പറയുക. ആരൊക്കെ അറിഞ്ഞേ? ആകെ 5 പേരോ 10 പേരോ അറിഞ്ഞാണല്ലോ. പക്ഷെ നമ്മളുടെ ബ്രെയിൻ അതിനെ എടുക്കുന്ന Generalize കോ ചെയ്യും. ക്രിയേറ്റിംഗ് സംഭവം എന്ന് പറയും. നമ്മളെപ്പോഴും ഒരു കോ ക്രിയേഷൻ വേൾഡ് ഉണ്ടാക്കി വെക്കും. ഈ ലോകം മൊത്തം അറിഞ്ഞു. ലോകം മൊത്തം എന്ന് പറഞ്ഞാൽ ആരാ? അച്ഛൻ, അമ്മ, അടുത്ത വീട്ടിലെ കസിൻസ്, ഇത്ര ആൾക്കാരേ ഉള്ളൂ. ഇത്ര ജനങ്ങൾ എത്രയുണ്ട് നമ്മളറിയാത്ത, അല്ലേ? അപ്പോൾ നമ്മുടെ ബ്രെയിൻ അങ്ങനെ അനലൈസ് ചെയ്യുക. ഒരു 10 കാര്യം ശരിയായി കഴിഞ്ഞാൽ എവ്രിതിങ്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കോൺവെർസേഷണൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരാളുടെ സബ് കോൺഷ്യസിലേക്ക് സജഷൻ കൊടുക്കാൻ പറ്റും. അയാൾ ഓർക്കുകയോ ബോധം കെടുത്തുകയോ ഒന്നും വേണ്ട. അങ്ങനെയാണ് പൊതുവെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ഹിപ്നോതെറാപ്പി ഒന്നും. അപ്പോൾ കോൺവെർസേഷണൽ ഹിപ്നോസിസിൻ്റെ മെയിൻ പരിപാടി ഒരു 5 കാര്യത്തിൽ നമ്മൾ യെസ് പറയിപ്പിക്കും. ഇവിടെ നല്ല തണുപ്പുണ്ടല്ലേ, അപ്പം മാം യെസ് എന്ന് പറയുമല്ലോ, അല്ലേ? അതേപോലെ നമ്മൾ ചോദിക്കും വേറെ ഇങ്ങനെ 5 കാര്യം, ഈ ലൈറ്റ് നല്ലതല്ലേ, യെസ്. മൈക്ക് അടിപൊളിയാണല്ലേ, ഇങ്ങനെ ഒരു 5 കാര്യത്തിൽ യെസ് പറഞ്ഞാൽ 6ാമത്തെ കാര്യത്തിൽ ഓട്ടോമാറ്റിക്കലി യെസ് പറയും. നമ്മൾ പറയുന്നത് ഡയറക്റ്റ് സ്വീകരിക്കും. ഇതാണ് കോൺവെർസേഷണൽ ഹിപ്നോസിസ് എന്ന് പറയും. അപ്പം ഇതെല്ലാം നമ്മുടെ ബ്രെയിനിൻ്റെ മായാജാലങ്ങളാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഇതെല്ലാം ബ്രെയിനിൻ്റെ ആണെന്നും പറഞ്ഞിട്ട് എന്താ പറയുക, ഇപ്പോൾ ഒരാൾ വന്നിട്ട് പ്രേതത്തിൻ്റെ പ്രശ്നമുണ്ട്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയുക അതൊന്നും കുഴപ്പമില്ല, ഒക്കെ ബ്രെയിനിൻ്റെ പ്രശ്നമാണ്, ശരിയാവുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് മാറില്ല. അതിന് നമ്മൾ അയാൾക്ക് ചില മെത്തേഡ്സ്, ചില ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് അയാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്ത് ശരിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ. ഒരു പാരാസൈക്കോളജിസ്റ്റിന് എന്താണ് ദൈവം?
പാരാസൈക്കോളജിസ്റ്റിൻ്റെ ബ്രെയിനാണ് ദൈവം. ഓക്കെ. അങ്ങനെയാണ് വിശ്വാസങ്ങളൊക്കെ. പക്ഷേ ഈ പാരാസൈക്കോളജിയിൽ തന്നെ ഒരുപാട് ഇപ്പം കുറേ തെറ്റിദ്ധാരണകൾ, മിഥ്യാധാരണകൾ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. ഉം. ഇപ്പം മറ്റേ ആ കുട്ടിയുടെ ആത്മാവിനോട് ഞാൻ സംസാരിച്ചു അല്ലേ? അത് അവർ മറ്റേ ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ കണ്ടു. ഈ കണ്ട് എന്ന് പറയുന്ന പാരാസൈക്കോളജിസ്റ്റിന് ആദ്യം ഒരു തെറാപ്പി കൊടുക്കണം. അയാൾക്ക് എന്തെങ്കിലും ഒരു സാധനം ഉള്ളതുകൊണ്ടായിരിക്കും അയാൾ ഈ കാണുന്നത്. മനസ്സിലായി? ഇപ്പം ഞാനിപ്പോൾ പറയാം, ഞാനിപ്പോൾ ഇവിടെ വന്നു, ഈ സ്റ്റുഡിയോയിൽ വന്നു, ആ വിളക്കിൻ്റെ ബാക്കിൽ ഒരു പ്രേതം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അതെൻ്റെ കുഴപ്പമാണ്. എനിക്കാണ്, ഇവിടെ ഉള്ള വേറെ ആരും കാണുന്നൊന്നുമില്ല അല്ലേ? ബേസിക്കലി നമ്മളൊന്ന് ഇന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി ഈ കാര്യമൊക്കെ. പക്ഷെ അതൊരിക്കലും ഇല്ലാത്തൊരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 110% അത് സത്യമാണ്. ആ സത്യത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ഇതാണ് അനലൈസ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റണം. ആ സൊല്യൂഷൻ വർക്ക് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഇതുപോലെ ഇങ്ങനത്തെ ഇപ്പം ജ്യോതിഷപരമായിട്ടൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ജ്യോതിഷം എന്ന് അതിനെ വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. അതായത് ചില സ്റ്റോൺസ് യൂസ് ചെയ്താൽ നമുക്ക് ഭയങ്കര വെൽത്ത് വരും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സാധനം വീടിൻ്റെ ഇന്ന ദിശയിലേക്ക് വെച്ചാൽ നമുക്ക് നമ്മൾ അബണ്ടൻസ് വരും. ഇങ്ങനെയൊക്കെ കുറേ ഉണ്ടല്ലോ, ഇങ്ങനെ കുറേ കോൺസെപ്റ്റുകളും അതിൽ തന്നെ വിശ്വസിക്കുന്ന. നമ്മളിപ്പോൾ ഒരു വീടൊക്കെ പണിയുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ അടുക്കള ഇന്ന സ്ഥലത്തേക്ക് നിൽക്കണം, ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഒരു എനർജി ബേസ്ഡ് ആയിട്ടുള്ളതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താ? ഒരു കല്ലിനെല്ലാം മാറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഇപ്പോൾ ചില ആൾക്കാർ ഇതിലേക്ക് ഒരു അടിസ്ഥാനവും മറ്റൊരു ഫിയർ ഉണ്ട്. മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിയുള്ളതും മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും പണത്തിനെയാണ്. ഒരു സൈഡിൽ കൂടി ചിന്തിക്കുമ്പോൾ പൈസ ഉണ്ടാക്കുന്നത് ഒരു വലിയ തെറ്റായിട്ട് അപ്പോഴും പലരും കാണുന്നത് അല്ലേ? പിന്നെ പണം ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെ പറയാം. അധികം പൈസ മോശം രീതിക്കാണ് അത് ഉണ്ടായത്, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത എന്നോടൊക്കെ എത്ര ആൾക്കാർ പറയാം, വന്നിട്ടൊക്കെ പറയും എനിക്ക് ഇവിടെ ഗൾഫിൽ ജോലി കിട്ടി. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെയാ സെറ്റിൽ ആവുമോ നല്ല രീതി. പൈസയെക്കുറിച്ച് ചിന്തിക്കരുത്, പൈസ അധികം വരാൻ പാടില്ല. അയാൾക്ക് ജന്മത്തിൽ പൈസ വരില്ല, അത് മാനിഫെസ്റ്റേഷൻ അല്ല, അയാൾക്ക് പേടിയാണ്, പണത്തിനോട് ഭയമാണ്. അപ്പം ഈ ഫിയറാണ് നമ്മൾ കല്ലിട്ടാൽ മാറും. ഈ കല്ലിട്ടത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പൈസ വരുന്നുണ്ട്, അപ്പം അതിനനുസരിച്ച് വർക്കാവും കാര്യങ്ങൾ. അതായത് അത് ഇടുന്ന സമയത്ത് നമ്മൾ നമ്മളെ വിശ്വസിപ്പിക്കുകയാണോ ഞാനിത് ചെയ്തു അപ്പൊ ഇനി എനിക്ക് പൈസ വരാം. ഇത് പക്ഷെ എല്ലാവർക്കും വർക്കാവുന്നുണ്ടോ? അതറിയില്ല. ഇല്ല, എല്ലാവർക്കും ഇത് വർക്കാവുന്നില്ല. പ്രത്യേകിച്ച് ഇത് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പണ്ട് നമുക്ക് റോഡ് സൈഡിലൊക്കെ പഞ്ചലോഹ മോതിരം വിൽക്കുന്ന കണ്ടിട്ടില്ലേ? ഇതിട്ടാൽ ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞാൽ അയാൾക്ക് അത് വാങ്ങിയിട്ടാൽ പോരെ, അയാളത് കഷ്ടം ചെയ്ത് നടക്കണ്ടല്ലോ. 100 രൂപയ്ക്ക് പഞ്ചമോതിരം അല്ലേ? പണ്ടൊക്കെ അതായിരുന്നു, ഇപ്പോഴാണ് സ്റ്റോൺ വന്നത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ മാമൊക്കെ കണ്ടിട്ടുണ്ടാവും, നമ്മൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് പായൊക്കെ വിരിച്ചിട്ട് കുറേ മോതിരമൊക്കെ വെച്ചിട്ട് വിൽക്കുന്ന, ഇത് മൈക്കിലൊക്കെ വിളിച്ചു പറയാനൊക്കെ. അന്ന് നമുക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഐശ്വര്യം വരും. അപ്പം അങ്ങനെയാണ് അയാൾക്ക് അതൊന്നും എടുത്തിട്ടാൽ പോരെ, അയാൾ ഈ വെയിലും കൊണ്ട് അവിടെ ഇരിക്കണ്ടല്ലോ. അപ്പം അതേപോലെ ഈ സ്റ്റോണും കച്ചവടം ചെയ്യുക, അല്ലെങ്കിൽ ഇത് പറയുന്ന ആൾക്കാർക്ക് ആ സ്റ്റോൺ ഒരെണ്ണം വാങ്ങിയിട്ടാൽ പോരെ. ആരെങ്കിലും നമുക്ക് പൈസ കിട്ടുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുമോ? സീക്രട്ടാക്കി വെക്കുക എന്നല്ലാണ്ട് ഇല്ല. അത് വളരെ സിമ്പിൾ ലോജിക്കല്ലേ. വേറൊരാൾ നന്നാവുന്ന നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. പക്ഷെ വാസ്തുവിൻ്റെ കാര്യം ഇതേപോലെ തന്നെ നമുക്ക് 4 കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പം കന്നിമൂല എന്ന് പറയുന്നത് എൻ്റെ കന്നിമൂല മറ്റൊരാളുടെ ഈശാനകോണായിരിക്കും. ഈശാനകോണം വെച്ചാൽ മോശം അല്ലല്ല, നല്ലത്. നമ്മൾ ഇപ്പം കന്നിമൂല നല്ലതല്ലേ? കന്നിമൂല ഇത് നിർതി സ്ഥാനമായിട്ടല്ലേ കാണുന്നത്. നിർതി അസുരൻ്റെ ആ വാസ്തുപുരുഷൻ കിടക്കുന്ന സമയത്ത് അതിൻ്റെ ബാക്ക് സൈഡായിട്ടൊക്കെയാണ് കാണുന്നത്. അപ്പം ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കന്നിമൂലയിലെ കക്കൂസ് അല്ലെങ്കിൽ ടോയ്ലറ്റ് പാടുള്ളൂ. അതിന് കാരണം എന്താ? നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഈ കന്നിമൂലയിൽ പാടില്ല, അഗ്നികോണിലേ പാടുള്ളൂ. ഈശാന്യം പിന്നെ ഈശ്വരൻ്റെ ഭയങ്കര ഇതായതുകൊണ്ട് അവിടെ നമ്മൾ വെക്കില്ല. കാരണം തമിഴ്നാട്ടിൽ രണ്ടും കടൽ കിടക്കുന്ന 2 രീതിയിലല്ലേ, ഒന്ന് കിഴക്കും ഒന്ന് പടിഞ്ഞാറുമാണ്. അപ്പം കേരളത്തിൽ പടിഞ്ഞാറ് ഭാഗത്തായതുകൊണ്ട് അവിടെ നിന്ന് വിൻഡിൻ്റെ കാറ്റിൻ്റെ ഫ്ലോ ഇങ്ങോട്ടായതുകൊണ്ടാണ് അവിടെ വേണ്ട. കാരണം ഈശാനകോണിലാണ് എന്തുണ്ടാവുക, അടുക്കള ഉണ്ടാവുക. ഇപ്പം പണ്ടത്തെ ഒരു സെറ്റപ്പിൽ ഇത് പറഞ്ഞു വെച്ചതാണ്. അപ്പം അവിടെ നിന്നുള്ള കാറ്റിൻ്റെ ഫ്ലോ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലേക്ക് വരും എന്നൊക്കെ ഉള്ള ഒരു ധാരണയിലാണ് ഇത് വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പം ഫ്ലാറ്റ് ആണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വാസ്തുമണ്ഡലം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. നമ്മളൊരു സ്ക്വയർ എടുത്തിട്ടാണ് അതിനെയാണ് ഒരു വാസ്തുപുരുഷൻ കിടക്കുന്നതായിട്ട് കണ്ടിട്ട് അതിൻ്റെ ഓരോ പാർട്ടിൽ ഇന്ന അങ്ങനെയാണ് ഇത് പറയുക. ഫ്ലാറ്റിന് എവിടെ നമ്മൾ വാസ്തുമണ്ഡലം എടുക്കുക? ഓരോ ബിൽഡിങ്ങിലും ഓരോ രീതിയിലായിരിക്കില്ലേ. ഇപ്പം അത് അന്നത്തെ കാലത്ത് പറഞ്ഞൊരു സംഭവമാണ്. അതിപ്പം നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഇപ്പം നമുക്ക് എല്ലാം കഥകളിൽ നിന്നാണ്
എനിക്ക് തോന്നാ നമ്മുടെ എല്ലാ പെർസെപ്ഷനും ഉള്ളത്. അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന മുനിമാരുണ്ടായിരുന്നു. അവർ ശപിക്കുമായിരുന്നു. ശപിച്ചിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് കഥകളുണ്ട്. വേറൊരു എന്താ പറയാ, ഏം, വേറൊരു ജീവിയായിട്ട് ജീവിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ കഥകളിൽ നിന്നാന്ന് തോന്നുന്നു ഈ ശാപം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കൊക്കെ അറിയാവുന്നത്. ശരിക്കും ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണ്? ആൻഡ് ഈവിളൈൻ്റെ റിയാലിറ്റി എന്താ? നമ്മൾ എല്ലാ സമയത്തും ഇപ്പം എന്ന് ഭയങ്കര പറയാറുണ്ട്. നന്നായിട്ടൊക്കെ നമ്മൾ പെർഫോം ഒക്കെ ചെയ്തു വന്നാൽ അയ്യോ കണ്ണ് തട്ടും. ഇപ്പം ഇത്രയും എന്താ പറയാ, ജെൻസീസും ജെൻ ആൽഫാസൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിൽ പോലും ഈവിളൈയുടെ ഒരു സിമ്പിൾ ഇട്ടു വെച്ചാൽ സിമ്പിൾ ഉണ്ട്. ആ ആ അപ്പോൾ വിശ്വസിക്കുന്നവരാണ് മുക്കാൽ ഭാഗം ആൾക്കാരും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും എന്താണ് ഇതിന്റെ സത്യം? ഇതിൻ്റെ സത്യത്തിൽ ഇപ്പം ആദ്യം ഇപ്പം മാം പറഞ്ഞതിനകത്ത് തന്നെ ഇതിനകത്ത് വലിയൊരു സത്യമുണ്ട്. ചോദ്യത്തിൽ തന്നെ നമ്മൾ ഉത്തരവുണ്ട്. അവിടുന്ന് കേട്ട് വെച്ച സാധനമാണല്ലേ? കഥകൾ. ഇപ്പം ഈ കഥകളാണ് ഇതിനെ മെറ്റഫോഴ്സ് എന്ന് പറയും. ആ. നമ്മളിപ്പം ഹിപ്നോതെറാപ്പിയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന് മെറ്റഫോഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതേപോലെ നമുക്ക് ഈ കഥകൾ കേട്ട് 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 നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ കിടക്കും. ഉം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈവിളായി ഒരാളുടെ കണ്ണ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സാധനം ഇടും. അപ്പം എന്തിനാ ഇത് ഇടുന്നത്? ആദ്യം നമ്മളുടെ കണ്ണ് അതിലേക്ക് പോയി പതിക്കും എന്നാണ് ഇവർ വിചാരിക്കുന്നത് അല്ലേ? അതാണ് ഓ അതാണല്ലേ. അതാണ് ഇപ്പോൾ ഈ നമ്മൾ വീട് ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ നാക്കൊക്കെ നീട്ടി വെക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം അതിലേക്കാണ് നോക്കുക എന്നാണ് വിചാരിക്കുക. ഡിസ്ട്രാക്ഷന് ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ട്. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കണ്ണ് തട്ടിയിട്ട് അതിനൊരു ഒരു നെഗറ്റീവ് എനർജി വരും എന്നുള്ളൊരു സംഭവം. ഇത് എന്തിനാണ് വെക്കുന്നതെന്ന് തന്നെ ഇപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് അറിയില്ല. വെറുതെ ഒരു സാധനം വെക്കുമ്പോൾ ഇവർ എനർജി എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ആദ്യത്തെ നോട്ടം അങ്ങോട്ട് പോകണം. അപ്പോൾ അതിലേക്കാണല്ലോ കണ്ണ് പോവുക. എന്നിട്ടല്ലേ ബിൽഡിങ്ങിലേക്ക് വരുള്ളൂ. ആ ഒരു സെറ്റപ്പിലാണ് ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇങ്ങനെ ഈവിളായി ഒക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ യേശുദാസിനൊക്കെ തൊണ്ടവേദനയായിട്ട് ഇരിക്കാൻ പറ്റില്ല അല്ലേ? അവർക്കൊക്കെ എന്തോരം ഈവിളായി പറ്റണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ നമുക്ക് കേട്ട അറിവിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന, പക്ഷേ ഇതെല്ലാം നമുക്ക് സത്യമായിട്ട് തോന്നും. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പം അതിൻ്റെ എൻ്റെ കൂടെ എടുക്കുന്ന ഒരാൾ വന്നപ്പോൾ ഞാൻ പറയും അയാൾ വന്നുകൊണ്ടായിരിക്കും ഇത് ശരിയാവാൻ. ശരിക്കും നമുക്ക് എപ്പോഴും നമ്മളുടെ ഭാഗത്തൊരു പ്രശ്നമുണ്ടായാൽ നമ്മളത് എന്തിൻ്റെങ്കിലും ഒന്നിൻ്റെ മുകളിൽ വെച്ച് കെട്ടാൻ നമുക്ക് ഇഷ്ടം. അല്ലേ? Absolutely. കാരണം അത് എൻ്റെയാന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ അക്കൗണ്ടബിലിറ്റി എടുക്കാൻ എടുക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളുടെ ഒക്കെ തലയിൽ കെട്ടി വെക്കുന്നത്. അല്ലാതെ അത് കണ്ണ് പറ്റിയത് കൊണ്ട് സംഭവിക്കുന്നതല്ല. ഇതേപോലെ തന്നെയാണ് ദോഷം. ആ ദോഷം, ദോഷമുണ്ട്, ഈ ശാപം, ദോഷമുണ്ട്. പിതൃശാപം. ആ അപ്പോൾ നമ്മളിപ്പോൾ ഈ പിതൃശാപത്തിനൊക്കെ ഇപ്പം ചില ആൾക്കാരൊക്കെ ഇപ്പം തറവാടുകളിലൊക്കെ പിതൃക്കളെയൊക്കെ ആവാഹിച്ച് കൊണ്ടുപോകുന്നു. വീണ്ടും നോക്കുമ്പോൾ വീണ്ടും പിതൃശാപം ഉണ്ടാവുന്നു. അപ്പോൾ എന്താ പറയുക, ആ തിരുമേനി ചെയ്തത് ശരിയായില്ല, നമുക്ക് അടുത്ത ആളെ കൊണ്ട് ചെയ്യിക്കാം അല്ലേ? അപ്പോൾ അടുത്ത ആളെ വിളിച്ച് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ പറയുമ്പം പള്ളിയിലാണെങ്കിൽ പറയും ആ അച്ഛൻ ചെയ്തത് ശരിയല്ല, അയാൾ പ്രാർത്ഥിച്ചാലൊന്നും ഫലമല്ല, നമുക്ക് വേറൊരു പള്ളിയിലച്ഛനെ കൊണ്ടുവന്ന് ശരിയാക്കാൻ. ഇത് ചെയ്താൽ ഇവർക്ക് ഇത് എഫക്റ്റ് തന്നെ ഉണ്ടാവും. ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ പിതൃക്കൾ എന്ന് പറയുന്നത് നമുക്ക് അൺകൗണ്ടബിൾ, നമുക്ക് എടുക്കാൻ പറ്റില്ല. ഹോമോസാപ്പിയൻസിൻ്റെ കാലം തൊട്ടിട്ട് ഇങ്ങോട്ടൊക്കെ നമ്മുടെ പിതൃക്കളായിരിക്കുമല്ലോ. ഇതിലെത്ര പിതൃക്കളെ നമ്മൾ ആവാഹിച്ച് കൊണ്ടുപോകും? പ്രതിമ തികയാണ്ട് വരൂലേ ആവാഹിക്കാനുള്ള. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സങ്കല്പിച്ച് വെക്കുന്ന കുറച്ച് പാർട്ടുണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എപ്പിജനറ്റിക് ട്രോമയുടെ പാർട്ടായിട്ടാണ് പാരസൈക്കോളജിയിലും നമ്മൾ ഹിപ്നോതെറാപ്പിയിലും ഒക്കെ പറയുന്നത്. ഇപ്പോൾ ജനറ്റിക്കലായിട്ട് ചില പിതൃദോഷം ഉണ്ട് എന്നുള്ളൊരു സാധനം കിടക്കും. അല്ലെങ്കിൽ എന്താ പറയുക, ചില പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസിൽ ഇത് ഹിറ്റാവും. ഇതിനെക്കുറിച്ചിട്ടൊരു വലിയൊരു ഗവേഷണം തന്നെ നടന്നിട്ടുണ്ട്. ഒരേ ജീനിനെ എടുത്തിട്ട് 3 സാഹചര്യത്തിൽ വളർത്തിയ ഒരു പെർട്ടിക്കുലർ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. 3 സാഹചര്യത്തിൽ വന്നപ്പോൾ ഒന്ന് മസിലായിട്ടും ഒന്ന് ഫാറ്റായിട്ടും ഒന്ന് ബോണായിട്ടുമാണ് ഉണ്ടായി വന്നത്. ഒരേ ജീനാണ്. അപ്പോൾ സർക്കംസ്റ്റാൻസസിനനുസരിച്ചിട്ട് ഇത് എന്ത് പറ്റും? മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഈ പൂർവികമായിട്ട് ചില പിതൃക്കളിലുണ്ടാവുന്ന സ്ട്രെസ് ഫാക്ടറോ ആങ്സൈറ്റി ഫാക്ടറോ എന്തെങ്കിലും ഫിയർ ഫാക്ടേഴ്സോ ഒക്കെ ഭയങ്കരമായിട്ട് അനുഭവിച്ച ചില കാര്യങ്ങളുണ്ടാവും. അത് ജനറ്റിക്കലി ട്രാൻസ്ഫോം ആയിട്ട് നമ്മളിൽ വരും. അത് എല്ലാവർക്കും വന്നോളണമെന്നുമില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾക്ക് വരാമെന്നേ ഉള്ളൂ. 5 പേരിലും ഈ ജീൻ കണക്റ്റായി വരണമെന്നില്ല. ജീൻ അങ്ങനെയാണല്ലോ വരിക. നേരെ അച്ഛൻ്റെ അമ്മയുടെ മാത്രം അല്ലല്ലോ വരിക. ചിലപ്പോൾ എവരുടെയെങ്കിലുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ കയറി വരും. ഇതിങ്ങനെ കിടക്കും. ഇത് ഹിറ്റാവാനുള്ള ഒരു സാധനം വരുമ്പം ഇത് വർക്കൗട്ടാകാൻ തുടങ്ങും. അപ്പം ഇത് തന്നെ പൂർവികർക്കും ഉണ്ടായിട്ടുണ്ട്. അന്ന് കിട്ടിയ ശാപത്തിൻ്റെ ദുരിതം ഇന്നും അനുഭവിക്കുന്നു പറയും. സംഭവം നോക്കുമ്പോൾ ശരിയാ. അവിടെ റീസൺ ഇതാണ്. ഈ റീസണെ ട്രീറ്റ് ചെയ്തത് മാറ്റാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇപ്പം എൻ്റെ മുത്തശ്ശനൊരു പ്രശ്നമുണ്ട്. അതേ കാര്യം തന്നെ എനിക്ക് വരണമെന്നില്ല. ചിലപ്പോൾ എൻ്റെ ഒരു 4 തലമുറ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് വന്നേക്കാം. അപ്പം ഇത് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പം ചിലപ്പോൾ പറയുകയും ചെയ്യും
അന്നത്തെ ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തറവാട്ടിൽ കേട്ടിട്ടുണ്ട്. അത് തന്നെ എനിക്കും വന്നു. അതേ സാധനം വന്നു. ഇത് വരും. കാരണം ഈ സാധനം ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിനെ എപ്പം റീവയർ ചെയ്ത് സെറ്റാക്കുന്നോ അല്ലെങ്കിൽ ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ജെനറ്റിക്കലി നമ്മുടെ കുട്ടികളിലേക്കും അല്ലെങ്കിൽ കുട്ടികളുടെ കുട്ടികളിലേക്കൊക്കെ പോവാം. ഇതാണ് തലമുറയായിട്ട് കൈമാറി വരുന്ന ദുരിതം. അതിൻ്റെ സയൻസ് ഇതാണ്. ദുരിതം വരുന്നുണ്ടോ എന്ന് വെച്ചാൽ ദുരിതം വരുന്നുണ്ട്. പക്ഷെ ദുരിതത്തിനെ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്താൽ ദുരിതത്തിനെ മാറ്റാം. ഇനി സാറിന് ചിലപ്പോൾ സില്ലി ആണെന്ന് തോന്നുന്ന ഒരു ഇല്ല. കാര്യമായിരിക്കും ഓജോ ബോർഡിന്റെ ഒരു റിയാലിറ്റി എന്താണ്. ബിക്കോസ് ഞാനൊക്കെ ചെറുപ്പത്തിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പം നമ്മൾ രോമാഞ്ചം സിനിമകൾ കുറേ എണ്ണത്തിൽ നമ്മൾ ഇപ്പോഴും കാണുന്നു. ആ, അത് വർക്ക് ചെയ്തിട്ടെന്ന് പറഞ്ഞ ആൾക്കാർ കുറേ ആൾക്കാർ ഇഷ്ടംപോലെ ആത്മാവ് പേരുണ്ട്. വന്നു. വന്നു എന്നൊക്കെ ആ, പറയും. എന്താ പറയാ, ഗുഡ് സോൾ ആയിരുന്നു, നല്ല ആത്മാവായിരുന്നു, അല്ലെങ്കിൽ ഇത് അങ്ങനെ. ശരിക്കും എന്താണ് ഇതിന്റെ ഒരു റിയാലിറ്റി? ഇതെന്താണെന്നറിയോ, ഇത് നമുക്ക് ഇവിടെയൊക്കെ നമ്മളെ ഇപ്പോഴും നമ്മളിപ്പോൾ ഇതൊക്കെ ഞാൻ പറയാമെന്ന് വിചാരിച്ചോ, എല്ലാം പറഞ്ഞാലും ആൾക്കാർ പറയും ഇത് അങ്ങനെയൊന്നുമല്ല. കാരണം നമ്മളിപ്പോൾ ചിന്തിക്കുന്ന മുഴുവൻ ക്രിട്ടിക്കലിയാണ്. ഉം. അങ്ങനെ ഇപ്പം നമുക്ക് പറ്റും. പക്ഷേ ഇതേ ആളെ ഇപ്പം മാം ഇപ്പോൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന മാമിനെ ഞാനിപ്പോൾ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്തിട്ടോ അല്ലെങ്കിൽ തെറാപ്പി ചെയ്തിട്ടോ ട്രാൻസിലേക്ക് കൊണ്ടുപോകുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ പറയുന്നത് ഞാൻ എന്ത് പറഞ്ഞാലും മാം വിശ്വസിക്കും. ക്രിട്ടിക്കൽ സാധനം ഉണ്ടാവില്ല ഇവിടെ. ഉണ്ടാവില്ല. അത് കട്ടായി പോകും. അപ്പോൾ ഇവിടെ ഈ ഓജോ ബോർഡ് എന്ന് പറഞ്ഞാൽ ഇഡിയോമോട്ടോർ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ബ്രെയിനിൻ്റെ. അത് നമ്മൾ കോൺഷ്യസ്ലി ഇപ്പം നമ്മൾ ഉറക്കത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, കൈ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. ഈ ഉറക്കവും ഈ തെറാപ്പിയിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഇതും തമ്മിൽ റമ്മും ഇതും തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ട്. നമുക്കതിലേക്ക് വരാം. അപ്പം ഈ ഇഡിയോമോട്ടോർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ ഒരു ട്രാൻസ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം സജഷൻ ഇടുകയെന്ന് വിചാരിച്ചു. ഞാനിപ്പം മാമിനോട് പറയുകയാണ്, മാം അറിയാതെ മാമിൻ്റെ വലത്തെ കൈ ഇങ്ങനെ പൊന്തട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പതുക്കെ ഇങ്ങനെ അൺകോൺഷ്യസ്ലി ഇങ്ങനെ എഫക്റ്റ് ആവുന്ന കാണാം. മാം അറിഞ്ഞിട്ടല്ല. ഇപ്പം നമ്മൾ ഈ കോയിൻ്റെ മുകളിൽ വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ സാഹചര്യത്തിലാണ്. നല്ല വെളിച്ചമൊക്കെ വെച്ച് ഇതേ സ്ഥലത്ത് നിന്ന് ഓജോ ബോർഡ് പ്രാക്ടീസ് ചെയ്യില്ല. ഇല്ല. ഇരുട്ട് മുറി, അടച്ച മുറി, അവിടെ മറ്റേ ദൈവത്തിൻ്റെ സംഭവങ്ങളൊന്നും പാടില്ല, അങ്ങനെയൊക്കെയാണല്ലോ പറയാം. അത് ഇരുന്നാൽ വരൂല എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യും, ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും. ഇത് വരും എന്ന് നമ്മൾ തന്നെ വിശ്വസിച്ചു തുടങ്ങുന്നു. പിന്നെ ഇതെങ്ങനെ കറക്റ്റ് ആവുന്നുള്ളതും കൂടി പറയണമല്ലോ, ആ, എന്നാലല്ലേ ശരിയാവുള്ളൂ. ആ. അല്ലെങ്കിൽ ഇത് വെറുതെ എന്തെങ്കിലും കാരണം പറഞ്ഞ പോലെ. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ പേര് ചോദിക്കുമ്പോൾ ആയിട്ട് അതിലേക്ക് വരുന്നത്. മൂവ് ചെയ്യുക അങ്ങനെയൊക്കെ നമ്മൾ അതാണ്. അതിലേക്കാണ് നമുക്ക് ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ്റെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പം ഒരാളിങ്ങനെ കൈവയ്ക്കുന്ന സമയത്ത് അയാൾ ഓട്ടോമാറ്റിക്കലി ഒരു സെൽഫ് ഹിപ്നോസിസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം ഇതൊരു ഇഡിയോമോട്ടർ എഫക്റ്റാണ്. ഇയാൾ മൈൻഡിലേക്ക് സജഷൻ വരികയാണ്, പ്രേതം വന്നാൽ പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കൈ ഇളകാൻ തുടങ്ങും. ഇത് നമ്മളറിയില്ല, അടുത്തിരിക്കുന്നവരും അറിയില്ല. ഇപ്പോൾ ഇത് യെസ്സിലേക്ക് നോയിലേക്കൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങും. നമ്മൾ തന്നെ മൂവ് ചെയ്യും. പക്ഷേ ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പോലെ ഫ്യൂച്ചർ ലൈഫ് പ്രോഗ്രഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ തെറാപ്പി സെഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിൽ ഇപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ കൊണ്ടുപോയി ഈ പറഞ്ഞ പോലെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് വരെ കൊണ്ടുപോയി ലൈഫ് ബിറ്റ്വീൻ ലൈഫ് തെറാപ്പി എന്നൊക്കെ പറയും. നിങ്ങളുടെ ആത്മാവ് ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു ആകാശത്തിൽ നിൽക്കുന്നു. നമുക്ക് ഇതൊക്കെ വേറെ ആയിട്ട് കാണാൻ പറ്റും ആ അല്ലേ, ആ ആ നമ്മുടെ പുറത്ത് ആ നമ്മുടെ ഇത് നമ്മൾ പറഞ്ഞു കേൾക്കുന്നതല്ല, ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം തെറാപ്പിയിൽ. സജഷൻസ് കൊടുത്തിട്ട്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ട്രാൻസ് കൊണ്ടുപോയിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തോന്നും. എൻ്റെ ആത്മാവ് ഇറങ്ങി വെളിച്ചത്ത് പോയി. അവിടെ നിങ്ങൾ എന്താ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന സാധനത്തിനെ കാണുന്നുണ്ട്, അതിനെ എങ്ങനെ കാണുന്നു, അത് ഇങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയും. ഇത് ഇവരുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, ഈ വ്യക്തികളുമായിട്ട് ഇത് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവർക്ക് ഇവരുടെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള ഒരുപാട് നോളജുകളും നേരത്തെ ഞാൻ പറഞ്ഞ ഒരുപാട് കളക്റ്റീവ് പാറ്റേൺസും എല്ലാം വെച്ചുകൊണ്ട് ഇവരിതിന് ആൻസർ പറയും. ഇത് പലപ്പോഴും ഇപ്പം നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ കറക്റ്റ് പേര് പറയുക അങ്ങനെയൊന്നുമുള്ള സംഭവങ്ങളില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഇപ്പം ഇതേപോലെ ചില ആൾക്കാർക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് പറയും. ഇപ്പം ഈ ഇതുണ്ടല്ലോ ഫ്യൂച്ചർ ലൈഫ് പ്രോഗ്രഷൻ തെറാപ്പി എന്നൊക്കെ പറയുന്നത്, അത് ചെയ്യുന്ന സമയത്ത് എന്നോട് മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ചെയ്തു. പുള്ളിയും ഇതേപോലെ ഹിപ്നോട്ടിസമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി ഇതേപോലെ ഏതോ ഒരാൾക്ക് ഒരു ക്ലയൻറ്റിന് ഇങ്ങനെ കൊടുത്ത സമയത്ത് ആ ക്ലയൻറ്റ് ഇങ്ങനെ സംസാരിച്ചിട്ട് ഫ്യൂച്ചറിലുള്ള കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞു. അയാളുടെ തന്നെ ഫ്യൂച്ചറിൽ ഇയാളൊരു കാറ് വാങ്ങുമെന്ന് പറഞ്ഞു. ഇയാൾ ഫ്യൂച്ചറിൽ ഒരു കാറ് വാങ്ങി. അപ്പോൾ നമുക്കിത് എങ്ങനെ പറയാം? അപ്പം ഇത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു എമ്പതി സാധനം ഉണ്ടല്ലോ. അപ്പം നമ്മളൊരു തെറാപ്പിസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഒരു ആരെങ്കിലും ആവട്ടെ, നമ്മുടെ ഒരു പ്രശ്നത്തിനായിട്ട് നമ്മളൊരാൾ സമീപിക്കുമ്പോൾ നമ്മളും അയാളും പരസ്പരം ട്രാൻസിൽ പോകുന്ന ഒരു സെറ്റപ്പിലേക്ക് വരും. നമ്മൾ രണ്ടുപേരും എമ്പത്തറ്റിക് ആവും. അപ്പം നമ്മളുടെ വേർഡിലൂടെയും നമ്മൾ പറയുന്ന കാര്യങ്ങളിലൂടെയും ആക്ഷനിലൂടെയും ഇപ്പം ഞാനും മാമും ഇപ്പോൾ സംസാരിക്കുന്നു കുറേ നേരമായി. മാമിൻ അൺകോൺഷ്യസ്ലി കുറേ കാര്യങ്ങൾ എന്നെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും, പക്ഷെ അത് മാമിന് കോൺഷ്യസ്ലി അറിയാൻ പറ്റില്ല.
ഈ മാമിനെ തന്നെ ഞാനൊന്ന് ട്രാൻസിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാം എൻ്റെ ഫ്യൂച്ചറൊക്കെ ചിലപ്പം പ്രവചിച്ചെന്ന് വരും. അത് ആ ഒരു എന്താ പറയുക, ഇതെല്ലാം കൂടി അനലൈസ് ചെയ്തിട്ട് ഇപ്പം കിട്ടിയ അറിവുകളുണ്ടല്ലോ, ഇതെല്ലാം വെച്ചിട്ട് അനലൈസ് ചെയ്ത് നമ്മുടെ അറിവുകളും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയും. ഇപ്പം ഈ പറഞ്ഞ ആൾക്ക് കാറ് വാങ്ങി എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ഒരു 10 കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. ഈ നടക്കുന്ന കാര്യത്തിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഹൈലൈറ്റ് ചെയ്ത് പറയുള്ളൂ. അപ്പോൾ യോജോ ബോർഡിലും നമുക്ക് ഇതേപോലെ തന്നെ ഈ തരത്തിൽ നമ്മൾ സെൽഫായിട്ട് ആ ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് പോയിട്ട് നമ്മൾ കൊടുക്കുന്ന പല ആൻസേഴ്സാണ് അതെല്ലാം. പക്ഷെ ഇതൊന്നും നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതെങ്ങനെ ശരിയാവും? കാരണം അത് നമ്മൾ ചിന്തിക്കുന്ന മുഴുവൻ ക്രിട്ടിക്കലിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ബോധത്തിൽ ഉണർന്നിരിക്കുക, ഉറക്കത്തിൽ എന്തൊക്കെ തോന്നുന്നുണ്ട് നമുക്ക്, ഇല്ലേ? ഉറക്കത്തിൽ പലതും തോന്നി, ചില സ്വപ്നമൊക്കെ കണ്ട് നമ്മൾ എഴുന്നേറ്റാലും നമുക്ക് അതിൻ്റെ ഹാങ് ഓവർ പോവാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. പിന്നെ ആ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നതും ഇതേപോലെ തന്നെ സ്റ്റേറ്റിൽ പോയിട്ടാണ്. സത്യത്തിൽ ഇതെല്ലാം ഇപ്പം നമ്മൾ പറയും ഹ്യൂമൻസിന് അപ്പുറത്തേക്കാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന് പറയും. പക്ഷേ ഇത് മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഹ്യൂമൻസ് ആണ് താനും. ഹ്യൂമൻസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് തലച്ചോറ് ഒക്കെ വേണമല്ലോ. തല വെട്ടി മാറ്റിയാൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിനാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എബവ് ഹ്യൂമൺ അല്ല, എല്ലാം ഹ്യൂമൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളിൽ തന്നെ മനസ്സിലാക്കാൻ വാസ്തവം. പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ മാനസികമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി, ഇപ്പം ഐ എം ഫീലിംഗ് ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് ലോ, അങ്ങനത്തെ ഒക്കെ സമയത്താണ് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഐ ഹാവ് എ പ്രോബ്ലം. എപ്പോഴാണ് നമ്മൾ പാരാസൈക്കോളജീനെ ലൈഫിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു പാരാസൈക്കോളജിസ്റ്റിനെ നമ്മൾ കാണുന്നത്? അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രേതം, ഭൂതം, അതുപോലെ നമുക്ക് എന്താ പറയുക പൂർവ്വജന്മ ദുരിതം എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഇപ്പം ഒരു റിസർച്ചിൻ്റെ പാർട്ടായിട്ട് ഇപ്പം ഞാനൊരു തന്ത്രയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇപ്പം ഇത് നമ്മളിപ്പം ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോകാമെന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അയാൾ പറയുകയാണ് നിങ്ങൾക്ക് പൂർവികമായിട്ടൊരു ദുരിതം കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇതൊരു സജഷനാണ്. ഇത് ആളുടെ ഉള്ളിലേക്ക് കയറുമല്ലോ. അപ്പോൾ ഇയാൾ പറയും ശരിയാ, ഞങ്ങളെ തറവാട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇയാൾക്ക് ഈ നോളജ് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതാണ് വിഷയം. അയാൾക്ക് കേട്ടറിഞ്ഞതായിരിക്കാം, പണ്ട് പറഞ്ഞ കഥകളായിരിക്കാം. പിന്നെ പൂർവികമായിട്ട് നമുക്ക് ജെനറ്റിക്കലി ഒരുപാട് ട്രോമയുടെ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാവുന്നുണ്ടെന്ന് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പം ഇത്തരത്തിലുള്ള ട്രോമ ഫാക്ടേഴ്സ് ഉള്ളിലുണ്ടാവും. ഇത് ഹിറ്റാവുന്ന ഒരു സാഹചര്യം വരുമ്പം അയാൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് വരും. ഇങ്ങനത്തെ വിഷയങ്ങൾ നമുക്ക് വളരെ മൈന്യൂട്ട് ലെവലിൽ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പാരസൈക്കോളജി ബേസ് ചെയ്തിട്ട് കഴിയാൻ പറ്റും. ഇതിൽ നമുക്ക് കാണുമ്പോൾ ഇത് എന്തോ ഒരു എന്താ പറയുക ഒരു അമാനുഷികമായിട്ടുള്ള സെറ്റപ്പായിട്ടൊക്കെ തോന്നാം. പക്ഷേ അങ്ങനെയല്ല, ഇതിന് ശരിക്കും സയൻറ്റിഫിക്കലി എക്സ്പ്ലനേഷനുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ അതേപോലെ ചില നെഗറ്റീവ്സ് കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും നടക്കുന്നില്ല, എല്ലാത്തിനും ബ്ലോക്സ് പോലെ വരുന്നുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും അവർക്ക് സഫർ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയാലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയാലും ചില ഫിയേഴ്സ് ആയാലും ഫോബിയാസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള തെറാപ്പി സെഷൻ അതുപോലെ പാരാസൈക്കോളജിയുടെ രീതിയിലുള്ള അതിപ്പം നമുക്കിപ്പം ഈ പ്രേതബാധ വിഷയങ്ങളായിട്ട് വരുന്ന ആൾക്കാരുണ്ടാവാം. അവർക്ക് അതിപ്പം ഈ പ്രേതബാധ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവരും ഒച്ചയിട്ട് അലറി കൂവി അതൊന്നുമല്ല. അല്ലാതെ പല സ്ഥലത്തും ബ്ലോക്കുകൾ വരുന്നവരുണ്ടാവാം. അത് ചിലപ്പോൾ ഇവർ പറയുന്ന പോലെ പൂർവികമായിട്ട് ദുരിതങ്ങൾ ഉണ്ടായതുകൊണ്ട് ചില ബ്ലോക്ക് വരുന്നവരുണ്ടാവാം. അതുപോലെ ഫിനാൻഷ്യലി ബ്ലോക്ക് ഉണ്ട്, ഇതെന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർ. അവരെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നവരുടെ ഉള്ളിലുള്ള ചില ഫാക്ടേഴ്സ് ഉണ്ടാവും. ചില ഫിയർ ഫാക്ടേഴ്സോ ട്രോമയോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ജെനറ്റിക്കലി ട്രാൻസ്ഫോം ആയിട്ടുള്ള കാര്യങ്ങളോ അതിനെ നമുക്ക് സയൻറ്റിഫിക്കലി തന്നെ നമുക്ക് തെറാപ്പി സെഷനിലൂടെയൊക്കെ അനലൈസ് ചെയ്തിട്ട് ആ ഒരു പാർട്ടിനെ നമുക്ക് റീവയർ ചെയ്ത് റീഫ്രെയിം ചെയ്തൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് മാറി കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ തന്നെ നമ്മുടേതായിട്ടുള്ള ചില ടെക്നിക്സ്, തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ചില മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ശരിയാക്കി കൊടുക്കാൻ പറ്റും. ജസ്റ്റ് നമുക്കൊരു എക്സ്ട്രാ അതായത് ഒരാളുള്ള പോലെ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഫിനാൻഷ്യലി നമുക്കൊരു ഐ മീൻ ഏത് എപ്പോഴും ഒരു വിധത്തിലുള്ള പാറ്റേണിൽ ബുദ്ധിമുട്ടായാലും അതിന് പിന്നിൽ നമ്മുടെ ഒരു കൈ എന്തായാലും ഉണ്ടാവും. നമ്മുടെ ആ കൈയിനെ നമുക്ക് അങ്ങ് ശരിയാക്കി വിട്ടാൽ എല്ലാം ശരിയാവും. അത് ശരിയാക്കുന്ന മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾ സയൻറ്റിഫിക്കലി തന്നെ ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ എല്ലാ എനർജി ബേസ് ആയിട്ടല്ല, പക്ഷെ അവർക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നമുക്കത് വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന മീൻസ് തെറാപ്പി കൊടുത്തിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ ചിന്തിക്കാത്ത, അതായത് ഇങ്ങനെ ഇതിനൊരു സയന്റിഫിക് വശമുണ്ടെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കഥകളായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ തന്നെ അങ്ങനെ നിൽക്കുക എന്നല്ലാതെ ഇതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർ മരിച്ചിട്ടൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർ ആത്മാക്കളൊക്കെ ഇപ്പോഴും നമ്മളെ കാണുന്നുണ്ടോ? ഇതൊക്കെ എനിക്ക് തോന്നുന്നു നാച്ചുറലി ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാനിതൊക്കെ ചിന്തിച്ചിട്ടുണ്ട്.
പക്ഷേ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. പക്ഷേ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക്